8:30 വരെ നടക്കുന്ന നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഗ്രാമാണ് IOC മൈ ഹോം മൈ ഷോപ്പ്. ഈ പ്രോഗ്രാം ഓരോ ആഴ്ചയിൽ ഓരോ ലീഡേഴ്സ് കടന്നു വരുന്നു. അടുത്ത തിങ്കളാഴ്ച നമ്മുടെ പ്രിയപ്പെട്ട ദിലീപ് സാറാണ് ഗസ്റ്റായിട്ട് കടന്നു വരുന്നത്. അപ്പൊ ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ ആരംഭിക്കുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിൽ വരുന്ന ഒരു സംശയം എന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ അതിനു മുമ്പത്തെ ആഴ്ച 22 എപ്പിസോഡിൽ കേട്ടത് തന്നെയല്ലേ ഞാൻ ഇന്നും കേൾക്കുന്നത്? അങ്ങനെ കേൾക്കേണ്ട ആവശ്യമുണ്ട്? നമ്മൾ അറിയേണ്ട ഒരു സത്യം, നമ്മൾ ഓരോ തവണ കേൾക്കും തോറും കേട്ടത് തന്നെ നമ്മുടെ ലൈഫിൽ തന്നെ 99% കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യപ്പെടുകയാണ്. കേട്ടത് തന്നെ നമ്മൾ നിരന്തരമായിട്ട് കേൾക്കുകയും കണ്ടത് തന്നെ നമ്മൾ നിരന്തരമായിട്ട് കാണുകയും ചെയ്യുമ്പോൾ അതൊരു അത്ഭുതം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സോ ബിൻഷേട്ടിന്റെ എന്തോ ഒരു ചെറിയ ഓഡിയോ പോയിട്ടുണ്ട്. ഓക്കെ. സോ ഷാൽ ഐ കണ്ടിന്യൂ? രാജു സാർ, ഞാൻ ചെയ്യാം. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമിലാണ് നമ്മളുള്ളത്. എനിക്കറിയാം, 100% ഉറപ്പാണ്. കേരളത്തില് ഇപ്പൊ ഓൾ ഓവർ ഇന്ത്യ നമ്മൾ എടുത്തു നോക്കുമ്പോൾ മൈ ഹോം മൈ ഷോപ്പ് എന്ന് പറയുന്ന ഈ കൺസെപ്റ്റ്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഏറ്റവും കൂടുതൽ വളക്കൂറുള്ള ഒരു മണ്ണാണ് കേരളം. പക്ഷെ കേരളത്തിലെ ജനങ്ങൾ ധാരാളം തരത്തിലുള്ള പറ്റിക്കലില് പെട്ടും, മണി ചെയിൻ കമ്പനികളിലൊക്കെ പെട്ടും, കാശുണ്ടാക്കിയും ഇല്ലാതെ ആക്കിയും നാണക്കേടാക്കിയും നാണമില്ലാത്തവനൊക്കെ ആക്കി മാറ്റുന്ന ഒരു ഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരുന്നത്. പക്ഷേ വളരെ പ്യുവർ ആയിട്ടുള്ള, വളരെ ജെന്യൂൻ ആയിട്ടുള്ള നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ലോകത്ത് 190+ രാജ്യത്ത് വളരെ വിപുലമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് DXN. അതില് കമ്പനി കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ കൊണ്ടുവന്ന പുതിയൊരു പ്ലാൻ IOC മൈ ഹോം മൈ ഷോപ്പ് എന്ന പേരിൽ നമ്മൾ ശക്തമാക്കി കൊണ്ടുവന്നു. കഴിഞ്ഞ മാസം അവസാനിക്കുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ IOC പ്രൊമോട്ട് ചെയ്ത ഒരു സ്റ്റേറ്റ് കേരളമാണ്. പ്രിയപ്പെട്ട ഓരോരുത്തരെയും ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുന്നു. ഒപ്പം തന്നെ നമ്മുടെ 23ാമത്തെ IOC പ്രോഗ്രാമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. നമുക്ക് അതിനുവേണ്ടി ഇന്ന് നമ്മുടെ ആദ്യ ഭാഗം കൈകാര്യം ചെയ്യാൻ എത്തിയിട്ടുള്ളത്, നമ്മുടെ DXNുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം ആളുകൾക്ക് വളരെ വ്യക്തമായും സ്പഷ്ടമായും, അത് പറയാൻ കാരണം ഒരു അധ്യാപക കുടുംബത്തിൽ നിന്നാണ് ഉള്ള വ്യക്തിയാണ് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്. മറ്റാരുമല്ല, എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ റോബി പി ഫിലിപ്പാണ്. അദ്ദേഹത്തിനെ കുറിച്ചും, അദ്ദേഹം DXNുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല രാജ്യങ്ങളിലും വിദേശ രാജ്യങ്ങളിലൊക്കെ പ്രോഗ്രാം ചെയ്തിട്ടുള്ള ആളാണ്. ഇന്ന് അദ്ദേഹം നമുക്ക് വേണ്ടി നമ്മുടെ ആദ്യ ഭാഗം കൈകാര്യം ചെയ്യുന്നു. ഒപ്പം തന്നെ നമ്മൾ ഈ മാസം 2 ലീഡേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. 7-ാം തീയതിയാണ് ഇന്ന് റോബിച്ചന്റെ പ്രോഗ്രാം. 11-ാം തീയതി നമ്മുടെ പ്രൊഡക്റ്റ് ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. എസ്പെഷ്യലി അവർ പ്രൊഡക്റ്റ് ട്രെയിനിങ് പ്രോഗ്രാം 7:30, 8:30 ആണ് പ്രോഗ്രാം ടൈം. അപ്പൊ അത് നിങ്ങൾ ഓർത്തു വെച്ചോളുക. സോ ആദ്യ ഭാഗം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ടീമിലെ സീനിയർ സ്റ്റാർ ഡയമണ്ട് ശ്രീ റോബി പി ഫിലിപ്പിനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാം ഭംഗിയായിട്ട് കേൾക്കുന്നതിന് വേണ്ടി എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് റോബിച്ചൻ, ഹലോ. Thank you. Yes. Yeah. Okay. That's green and time for you. Okay. Thank you very much. Slide കാണാമല്ലോ. Screen clear ആണല്ലോ? കാണാം. Clear. Okay. Thank you, Sir. Okay. Anyway, Sir പറഞ്ഞ പോലെ വളരെ ഭംഗിയായിട്ട് പോകുന്ന ഒരു പ്രോഗ്രാം. IOC ഇന്ത്യ മൊത്തം എടുത്തു നോക്കുമ്പോൾ ഏറ്റവും ഭംഗിയായിട്ട് കേരളമാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ്. അതിൽ നമ്മുടെ ഓരോരുത്തരുടെയും പങ്ക് അതിൻ്റെ അകത്തുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സ്ക്വാഡ് ലീഡേഴ്സ് ഒരു വിഭാവനം ചെയ്ത പ്രോഗ്രാമിലാണ് നമ്മളെല്ലാവരും ആഴ്ചകളായിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. വളരെ സക്സസ്ഫുൾ ആയിട്ടൊരു പ്രോഗ്രാം. അതിന്റെ ഒരു ചെറിയ ഭാഗം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയാണ് എന്നെ ഇതിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. സോ എല്ലാവരോടും കൂടെ തന്നെ ഓരോരുത്തർ വ്യക്തിപരമായിട്ട് പേരെടുത്ത് പറയുന്നില്ല, ഓരോരുത്തർക്കും എന്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ആയിട്ട് പ്രോഗ്രാമിലേക്ക് പോകുന്നു. കാര്യം ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, നമ്മുടെ പ്രോഗ്രാമിന്റെ പേര് മൈ ഹോം മൈ ഷോ, എന്റെ വീട് എന്റെ ഷോ. ഏതൊരു വ്യക്തിയും കട നടത്തുവാണെങ്കിൽ പ്രത്യേക സ്ഥലങ്ങൾ വേണം. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ബിസിനസിനെ കുറിച്ചാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കുക. ആ പേര് തന്നെ വളരെ സ്പഷ്ടമാണ്, മൈ ഹോം മൈ ഷോ. ഇവിടെ ആദ്യമായിട്ട് നമ്മൾ കാണുന്നത്, നമുക്കറിയാം എന്റെ ടൈറ്റിൽ നിന്ന് കാണാൻ പറ്റും, വാട്ട് ഈസ് സക്സസ്. അതായത് വലിയൊരു സർവേ നടന്നു, വലിയൊരു ഓർഗനൈസേഷൻ സർവേ നടത്തിയപ്പോൾ എന്താണ് സക്സസ് എന്നുള്ളതിനെ കുറിച്ചായിരുന്നു നമ്മുടെ ചർച്ച എന്ന് പറഞ്ഞത്. ആ സർവേ നടത്തിയപ്പോൾ കുറെ ആളുകൾ പറഞ്ഞു ഹയർ എഡ്യൂക്കേഷൻ കിട്ടുന്ന ഒരാളാണ് സക്സസ് എന്ന് പറഞ്ഞു. ചില ആൾക്കാർ പറഞ്ഞ് ഹാപ്പി ഫാമിലി, സന്തോഷമുള്ള ഫാമിലി ആയിട്ട് ജീവിക്കുന്നതാണ് സക്സസ് എന്നാണ്. ചിലർ ഗെറ്റ് എ ബെറ്റർ ജോബ് എന്നാണ്. കുറച്ച് ശതമാനം ആൾക്കാർ ഇങ്ങനെ 3-4 ഓപ്ഷൻ പറഞ്ഞപ്പോൾ മോർ ദാൻ 90% ആൾക്കാർ, 90% ആൾക്കാരും പറഞ്ഞത് ഒരാൾ സക്സസ് പറഞ്ഞാൽ
അത് വെൽത്ത് ക്രിയേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ സക്സസ് ആവുള്ളൂ. അതായത് വളരെ ക്ലിയർ ആണ്. നമുക്കറിയാം ആദ്യത്തെ 3 കാര്യം എടുത്ത് പഠിച്ചാൽ നമുക്കറിയാം. ഹയർ എഡ്യൂക്കേഷൻ, നമുക്കറിയാം ഹയർ എഡ്യൂക്കേഷൻ നല്ലതാണ്, വേണം, ഏറ്റവും അടിസ്ഥാനപരമായിട്ട് എല്ലാവർക്കും വേണ്ട കാര്യമാണ്. പക്ഷെ ഹയർ എഡ്യൂക്കേഷൻ നേടി വളരെ ക്വാളിഫൈഡ് ആണ്, പക്ഷെ അദ്ദേഹം ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് രക്ഷപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പുറത്ത് നിൽക്കുന്ന ആളുകളൊക്കെ പറയുന്നത് അയാൾ ഒരിക്കലും ജീവിതത്തിൽ സക്സസ് ആയെന്ന് പറഞ്ഞ് നമ്മൾ ഇന്നുവരെയും കേട്ടിട്ടില്ല. ഭയങ്കര വിദ്യാഭ്യാസം PhD ഒക്കെ നേടി, പക്ഷെ സാമ്പത്തികമായിട്ട് അദ്ദേഹം സേഫ് ആയിട്ടില്ലെങ്കിൽ നമുക്കറിയാം നമ്മളുടെ ഒരു വിഭാഗത്തിൽ ഒരിക്കലും ആ വ്യക്തി സക്സസ് ആയെന്ന് നമുക്ക് ഒരിക്കലും പറഞ്ഞു കേൾക്കാൻ സാധിച്ചിട്ടില്ല. എല്ലാം വേണം, സന്തോഷകരമായ ഫാമിലിയാണ്, പക്ഷേ അവർക്ക് ഇൻകം ഇല്ല. അവർക്ക് വേണ്ട ഭക്ഷണമോ അവർക്ക് വേണ്ട ഡ്രസ്സോ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതൊരു ഹാപ്പി ഫാമിലി എന്ന് പറയാനും പറ്റില്ല. അവർ സക്സസ് നമ്മൾ ആരും പുറത്തു നിന്ന് പറയാറില്ല. ചില ആളുകൾ ഗെറ്റിംഗ് ബെറ്റർ ജോബ്, നല്ല ജോലിയുണ്ട്, ഓക്കെ, കാശുണ്ടെങ്കിലും ലൈഫിൽ എൻജോയ് ചെയ്യാൻ പറ്റാത്ത ജോലി കിട്ടിയാലും അവരൊരു സക്സസ് ആണെന്ന് ആരും സമ്മതിക്കുന്നില്ല. ഭയങ്കര പ്രഷറുള്ള ജോലിയാണ്, കാശുണ്ട്, പക്ഷെ അതിനകത്ത് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ പറഞ്ഞത് നമുക്ക് സേഫ് ആയിട്ടുള്ള വെൽത്ത് വേണം. എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ നല്ലത്, നല്ല ജോലി ഉണ്ടെങ്കിൽ നല്ലത്, പക്ഷെ നല്ലൊരു അസറ്റ് ക്രിയേറ്റ് ചെയ്യുക. അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ലൈഫ് സേഫ് ആവുന്ന ഒരു ഇതാണ് വെൽത്ത് ക്രിയേഷൻ എന്ന് പറയുന്നത്. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ടൈമിലെ ജസ്റ്റ് ചുരുക്കി പറയുന്നത് മാത്രമേ ഉള്ളൂ. ആ സർവേയിൽ ഏറ്റവും നന്നായിട്ട് 90% ആൾക്കാർ പറഞ്ഞത് ഒരാൾ സക്സസ് ആണ് എന്ന് പറയണമെങ്കിൽ അദ്ദേഹം വെൽത്തി ആയിരിക്കണം, അയാൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരിക്കണം. ആ ഒരു വ്യക്തിയാണ് സമൂഹം സക്സസ് എന്ന് പറയുന്നത്. ഇന്ന് ധാരാളം ആളുകൾ എല്ലാവർക്കും നമുക്കറിയാം സർവൈവൽ നടക്കുന്നുണ്ടെങ്കിലും ഒരാൾ സക്സസ് ആണ്, അല്ലെങ്കിൽ 80-90-95% ആൾക്കാർ സക്സസ് ആണെന്ന് പറയാൻ സാധിക്കുന്നില്ല. അപ്പൊ അവിടെ നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ ഈ കാര്യങ്ങൾ നേടിയെടുക്കാൻ, അല്ലെങ്കിൽ ഒരാൾ നമ്മൾ സക്സസ് ആയി എന്ന് പറയാം, നമ്മുടെ ലീഡർ സക്സസ് ആയി നമ്മൾ പറയുന്നത് അത് ഫിനാൻഷ്യലി വെൽത്തി ആയതുകൊണ്ടാണ്, സേഫ് ആയതുകൊണ്ടാണ്. അപ്പൊ അതിനൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ആഗ്രഹങ്ങൾ നേടാനും നമ്മൾക്ക് ജീവിതത്തിൽ സക്സസ് ആകാനും അല്ലെങ്കിൽ വെൽത്തി ആകാനും വേണ്ട ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് കിട്ടുന്നത് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞ ഇൻഡസ്ട്രിയിലുണ്ട്. ഡയറക്ട് സെല്ലിംഗിൽ ധാരാളം ഇൻഡസ്ട്രീസ് ഉണ്ട്, ഡോട്ട് സെല്ലിംഗ് ഉണ്ട്, മീഡിയ സെയിൽസ് ഉണ്ട്. പക്ഷെ അതിൽ നിന്ന് ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുന്ന വലിയൊരു മാർഗമാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അഥവാ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു മേഖല. നമ്മുടെ ലൈഫ് മാറ്റിമറിക്കാൻ പറ്റുന്ന വലിയൊരു മേഖലയുടെ ഭാഗമാണ് നമ്മളെല്ലാം ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. അപ്പൊ ഡയറക്ട് സെല്ലിംഗിനെ കുറിച്ച് പറയുമ്പോൾ ആളുകൾ പറയുന്ന എല്ലാം പലതും പുച്ഛമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്നത് ഇതൊന്നും നമുക്ക് പറ്റിയ പണി അല്ല എന്നാണ്. എന്നാൽ നമ്മൾ കാണുന്നത് ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരനായ ബിൽ ഗേറ്റ്സ്, വളരെ നെറ്റ് സെർച്ച് ചെയ്താൽ കിട്ടും, ഞാൻ അടിച്ചുണ്ടാക്കിയതല്ലോ. ഇത് ഗൂഗിളിൽ വെറുതെ ബിൽ ഗേറ്റ്സ് എന്ത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിനെ കുറിച്ച് പറയുന്നു എന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഇഫ് ഐ വുഡ് ബി ഗിവൺ എ ചാൻസ് ടു സ്റ്റാർട്ട് ഓൾ ഓവർ അഗെയിൻ ഐ വുഡ് ചൂസ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ഏറ്റവും വലിയ കോടീശ്വരനാണ് പറയുന്നത്, ഞാൻ എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ ഞാൻ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആയിരിക്കും എന്റെ ഓപ്ഷൻ. അപ്പോഴാണ് നമ്മളെപ്പോലുള്ള ആൾക്കാർ പറയുന്നത് ഇത് എനിക്ക് പറ്റിയ പണി അല്ല. വ്യക്തമായിട്ട് തിരിച്ചറിയാം, ലോകം തിരിച്ചറിഞ്ഞ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് ഡൊണാൾഡ് ട്രംപ് മുൻ അമേരിക്കൻ പ്രസിഡന്റ്, അത് സ്വന്തമായിട്ട് കമ്പനിയാണ്. ഡയറക്ട് സെല്ലിംഗ് ടു ബി എ ബിഗ് ബിസിനസ്, ധാരാളം മീഡിയയിലൂടെ വരുന്നു, ധാരാളം ഇൻഫർമേഷൻ വരുന്നു. പക്ഷെ ഇതൊന്നും അറിയാൻ പാടാത്ത ആളുകളാണ് പുറത്ത് നിന്നിട്ട് പറയുന്നത് ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഏറ്റവും എന്താ പറയാ മോശമായിട്ടുള്ള പ്രവൃത്തി എന്നുള്ള രീതിയിൽ പുറത്ത് നിൽക്കുന്ന ആൾക്കാർ സംസാരിക്കുമ്പോൾ നമുക്ക് അഭിമാനത്തോട് പറയാൻ പറ്റണം ഇത് ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി ആണ്, ലോകം മുഴുവൻ അംഗീകരിച്ച ഓപ്പർച്യൂണിറ്റി ആണെന്ന് അറിയണമെങ്കിൽ നമ്മൾ അതിനെ കുറിച്ച് മനസ്സിലാക്കും. നമ്മളെ സംബന്ധിച്ചോളം കേരളത്തിൽ നമ്മൾ ജീവിക്കുന്ന കേരളത്തിലാണ്. ആ കേരളത്തിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അഭിമാനത്തോടെ എന്ന് പറയാൻ പറ്റും, ഒരു വ്യക്തമായ പ്രൊഫഷൻ പോലെ ചെയ്യാനുള്ള ഒരു നിയമം പാസ്സാക്കിയ ഒരു സ്റ്റേറ്റ് ആണ് കേരളം എന്ന് പറഞ്ഞത് അല്ലേ. കഴിഞ്ഞ 2018 ഓഗസ്റ്റ് 8-ാം തീയതി ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു അല്ലെ. വ്യക്തമായി മാർക്കറ്റ് ചെയ്യുന്ന ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി വന്നു. ഡയറക്ട് സെല്ലിംഗ് വന്ന ഇൻഡസ്ട്രി എല്ലാവർക്കും ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റിയാണ്. എന്തിനു വേണ്ടിയാണ് നേരത്തെ പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി. അങ്ങനെ വരുമ്പോൾ ഇത് ലോകം മുഴുവൻ അംഗീകരിച്ച ഓപ്പർച്യൂണിറ്റിയാണ്, നമുക്ക് 100% അറിയാം. ബിൽ ഗേറ്റ്സ് പോലുള്ള ആളുകൾ പറയുന്നത് ഇനി വരുന്ന നൂറ്റാണ്ട് ഞാൻ ഓപ്റ്റ് ചെയ്യാൻ പോകുന്ന ഓപ്ഷൻ ഇതാണ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണെന്ന് പറയുന്നു. വ്യക്തമായ ഗൈഡ് ലൈൻസിൽ പ്രവർത്തിക്കുമ്പോൾ ഏത് പ്രസ്ഥാനം നമ്മൾ തെരഞ്ഞു പിടിക്കുമ്പോഴും നമുക്കറിയാം പ്രസ്ഥാനത്തിൽ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റി ഉള്ള കമ്പനികളുണ്ട്. എന്റെ പെങ്ങളുടെ മോൻ ഇപ്പൊ UK പോവാം. UK പോകുമ്പോൾ അവൻ നെറ്റിൽ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് ധാരാളം യൂണിവേഴ്സിറ്റികളുണ്ടാവും, പല യൂണിവേഴ്സിറ്റികളുണ്ട്, പല യൂണിവേഴ്സിറ്റി പലരും പോകുന്നുണ്ട്. പക്ഷെ അവർ ഇരുന്ന് സെർച്ച് ചെയ്ത് ഏറ്റവും ക്രെഡിബിലിറ്റി ഉള്ള യൂണിവേഴ്സിറ്റി ഏതാന്ന് ഓരോരുത്തർ കണ്ടുപിടിച്ചിട്ടാണ് ആ യൂണിവേഴ്സിറ്റിയിലേക്ക് അവർ പഠനത്തിന് വേണ്ടി മൈഗ്രേറ്റ് ചെയ്യുന്നത്, അതിനുള്ള വിസ പ്രോസസിങ് എല്ലാം നടക്കും. അങ്ങനെ നോക്കുമ്പോൾ അവർ നോക്കുന്നത് കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ നോക്കുന്ന 3 ഫാക്ടേഴ്സ് ആണ്. ഏത് കമ്പനിയുടെ ഭാഗമാണ് ഓപ്പർച്യൂണിറ്റി നല്ലതാണെന്ന് നമുക്ക് തിരിച്ചറിഞ്ഞാൽ ഏത് കമ്പനിയുടെ ഭാഗമാണ് നമ്മൾ സെർച്ച് ചെയ്യുന്ന 3 ഫാക്ടേഴ്സിനെ ആശ്രയിച്ചിട്ടാണ്. നമുക്ക് അറിയാവുന്ന പോയിന്റ് ആണ്, എന്തെങ്കിലും ഓടിച്ച് പറഞ്ഞു പോകും അല്ലെ. സ്റ്റെബിലിറ്റി ഓഫ് ദ കമ്പനി, ധാരാളം എക്സ്പീരിയൻസ് ലീഡേഴ്സ് ഉണ്ട്, അവർക്ക് അറിയാവുന്ന പോയിന്റ് തന്നെയാണ്. ഒരു കമ്പനിയുടെ എന്താണ് പാരമ്പര്യം,
ആ പാരമ്പര്യമാണ് കമ്പനിയുടെ ഭാഗമാണോ നമ്മളെ കൊണ്ട് ആദ്യം തീരുമാനിക്കും. രണ്ട്, ഞാൻ കമ്പനിയുടെ ഭാഗമായി, പക്ഷെ ഞാൻ ഭാഗമായാലും എനിക്ക് പ്രൊഡക്റ്റ് കിട്ടണം. നമ്മൾ മൈ ഹോം മൈ ഷോപ്പ്, എന്റെ ഷോപ്പ് തുടങ്ങുമ്പോൾ ആ ഷോപ്പിൽ ഇടുന്ന പ്രൊഡക്റ്റ് പോകുന്ന പ്രൊഡക്റ്റ് ആയിരിക്കണം, ആളുകൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും. ശരി, ആ പ്രൊഡക്റ്റ് നല്ലതായെന്ന് ബോധ്യപ്പെട്ടു. പക്ഷെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാനത് ചെയ്താൽ എനിക്ക് സാമ്പത്തികമായിട്ട് മാറ്റം കൂടി ഉണ്ടാകും. അപ്പൊ പ്രധാനമായി ഈ 3 ഫാക്ടേഴ്സ് നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. അപ്പൊ അവിടെ നമുക്ക് അഭിമാനത്തോട് പറയാൻ പറ്റും, we can proudly say that we are the most powerful and leading direct selling company in the world. ലോകത്തെ ഏറ്റവും നല്ല ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയാണ് നമ്മൾ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും അല്ലെ? ചുരുങ്ങിയ നാളുകളുണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് അഭിമാനത്തോട് പറയാൻ പറ്റുന്നത്? ഈ വൺ വേൾഡ് വൺ മാർക്കറ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലൂടെ പ്രവർത്തിക്കുന്ന ഒറ്റ കമ്പനി പോലും ഇല്ല. ഒറ്റ ലോകം മുഴുവൻ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് DXL തരുന്നത്. നമുക്കറിയാം, ധാരാളം ലീഡേഴ്സിൽ നിന്നും ഗൾഫിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നല്ല, ആഫ്രിക്കൻ കൺട്രീസിൽ നിന്നും US നിന്നും എല്ലാം ഇൻകം വന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ കൈപ്പിടിയിൽ തരുന്ന വലിയൊരു കമ്പനിയാണ് വൺ വേൾഡ് വൺ മാർക്കറ്റ് എന്ന കോൺസെപ്റ്റിലൂടെ DXL നമുക്ക് തരുന്നത്. നമുക്കറിയാം എംബ്ലം പോലും, അതിന്റെ എംബ്ലത്തിന് തന്നെ ധാരാളം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിന് താഴത്തേക്ക് വരുമ്പോൾ നമുക്കറിയാം പേരിനെ തന്നെ സൂചിപ്പിക്കുന്നത് DXL, ദേക്ഷൻ എന്ന് പറഞ്ഞ വാക്ക്, ട്രസ്റ്റ് വർത്തി, വിശ്വാസ യോഗ്യമായെന്ന് പറയുന്ന അർത്ഥം വരുന്ന ദേക്ഷൻ എന്ന് പറയുന്ന ഒരു വാക്കിൽ നിന്നാണ് നമ്മുടെ കമ്പനിയുടെ ചുരുക്കപ്പേരായ DXL എന്ന് പറഞ്ഞത്. അപ്പോൾ കമ്പനിയുടെ പേര് പോലും ഓപ്റ്റ് ചെയ്യുമ്പോൾ പോലും നമ്മുടെ ഡോക്ടറിൽ നിന്ന് നമ്മുടെ ഫൗണ്ടർ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ട്രസ്റ്റ് വർത്തി, വിശ്വാസ യോഗ്യമായതെന്നാണ് അതിന്റെ മീനിങ്. എന്തുകൊണ്ട് നമ്മൾ കമ്പനി നല്ലതാണെന്ന് ഒന്ന് പറയുന്നത് ഒന്നും ജസ്റ്റ് ഓടിച്ച് വ്യക്തമാക്കി നമുക്ക് പോകാം അല്ലെ? കമ്പനിയുടെ വിഷൻ, ആ വിഷൻ എന്തുകൊണ്ട് സമൂഹത്തിന് മുഴുവൻ ആരോഗ്യവും സമ്പാദ്യവും ഹെൽത്ത് ആൻഡ് വെൽത്ത്, അതിലൂടെ സമൂഹത്തിന് സന്തോഷം കിട്ടുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞ ആളുകളാണ് നമ്മളിൽ വരെ അല്ലെ? ആരോഗ്യപരമായിട്ട് കിട്ടിയ ഗുണങ്ങളെ കുറിച്ച് ചോദിച്ചാൽ ആളുകൾ വാദോരാതെ DXLെ കുറിച്ച് പറയുന്നത് നമുക്ക് പുതിയ ആൾക്കാർക്ക് കേൾക്കാൻ പറ്റും. എന്നാൽ ഇതിൽ സാമ്പത്തികമായിട്ട് ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കിയെന്ന് വെച്ചാൽ അതിലൂടെ കുറെ മാറ്റങ്ങൾ ഉണ്ടാക്കിയ പുതിയ ആൾക്കാർക്ക് നേരിട്ട് കാണാനും പരിചയപ്പെടാനും സാധിക്കും. ഇന്ന് നമുക്കറിയാം, ഇത് ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയതുകൊണ്ടാണ് നേരിട്ട് വരുന്ന മീറ്റിംഗുകൾ നമുക്ക് നേരിട്ട് പരിചയപ്പെടാനുള്ള സാഹചര്യങ്ങളവിടെ ഉണ്ട്. ഈ ആരോഗ്യ സമ്പാദ്യം വരുന്നതിലൂടെ ഒരു കുടുംബത്തിനും സമൂഹത്തിനും സന്തോഷം കിട്ടും എന്നുള്ള വ്യക്തമായ ഒരു കാഴ്ചപ്പാടിലൂടെ മുന്നോട്ട് പോകുന്ന കമ്പനിയുടെ ഭാഗമായിട്ടാണ് നമ്മളുള്ളത്. നമുക്ക് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും. പാരമ്പര്യത്തിനെ കുറിച്ച് എടുത്തു നോക്കുമ്പോൾ നമുക്കറിയാം അല്ലെ? നേരത്തെ ഞാൻ പറഞ്ഞു, ഏറ്റവും നല്ല ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയൽ കമ്പനിയുടെ കൂടെയാണ് നമ്മൾ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു. എന്തുകൊണ്ടാണ്? സ്റ്റാർട്ട് ചെയ്തത് 93-ലാണ് നമ്മുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് ഏകദേശം 27 വർഷം പിന്നീട് പോകും. 93 തുടങ്ങിയ കമ്പനി നമ്മുടെ ഇന്ത്യയിൽ വരുന്നത്, നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇന്ത്യയെ കുറിച്ച് സംസാരിക്കുമ്പോൾ 2000 വെറും 9ാമത്തെ രാജ്യമായിട്ടാണ് ഇന്ത്യയിലേക്ക് കമ്പനി കടന്നത്. എന്നാൽ വീണ്ടും ഒരു 20 വർഷം പിന്നിട്ടപ്പോൾ ഇന്ന് 180 ചുരുങ്ങി 20 വർഷം കൊണ്ട് 157 വർഷം കൊണ്ട് 180 രാജ്യങ്ങളിലേക്ക് പടർന്നൊരു കമ്പനി എന്ന് പറയുമ്പോൾ കമ്പനിയുടെ ഗ്രോത്ത് നമുക്ക് അനുമാനിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. കാര്യം ഫാസ്റ്റ് ഗ്രോത്ത് ആണ്. എല്ലാം സക്സസ് ആയിട്ടല്ല, അല്ല ഒരു രാജ്യത്ത് തുടങ്ങി അവിടെ നിർത്തി അടുത്ത രാജ്യത്തല്ല. ഏത് രാജ്യത്ത് തുടങ്ങി എല്ലാ രാജ്യത്തും സക്സസ് ആയിട്ട്, അത് ആഫ്രിക്കൻ മേഖലയായിക്കോട്ടെ, US ആയിക്കോട്ടെ, UK ആയിക്കോട്ടെ, യൂറോപ്യൻ കൺട്രീസ് ആയിക്കോട്ടെ, ഈ നമ്മുടെ ഏഷ്യൻ കൺട്രീസിലായിക്കോട്ടെ, ഗൾഫ് മേഖലയിലായിക്കോട്ടെ, തുടങ്ങിയിട്ടെല്ലാം വളരെ സക്സസ്ഫുൾ ആയിട്ട് പോകുന്ന കമ്പനിയാണ്. 180 രാജ്യങ്ങളിൽ ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ്. നമുക്കറിയാം, ഇതിനേക്കാളും വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ വലിയ കമ്പനികളുണ്ട് അല്ലെ? നമുക്ക് പേരെടുത്ത് പറയേണ്ട കാര്യമില്ല. ഇന്ന് ചുരുങ്ങി 50 രാജ്യങ്ങളിലേക്കാണ് കമ്പനി പ്രവർത്തിക്കുന്നത്. എന്നാൽ ഒരു 27 വർഷം കൊണ്ട് 180 രാജ്യങ്ങളുടെ ഹെൽത്ത് മിനിസ്ട്രി നമ്മളെ അപ്രൂവ് ചെയ്തു, അവിടുത്തെ ഗവൺമെന്റ് നമ്മളെ അപ്രൂവ് ചെയ്തു. നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും അത്രയും സക്സസ്ഫുൾ ആയിട്ട് കമ്പനി വേൾഡ് റാങ്കിങ് 27 വർഷം കൊണ്ട് വേൾഡ് റാങ്കിങ്ങിൽ 15ാം സ്ഥാനത്ത് എത്തിയ കമ്പനിയുടെ ഭാഗമാണ് നമ്മളെല്ലാവരും. ഇനി ഒരു കമ്പനിയെ കുറിച്ച് നോക്കുമ്പോൾ ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയാണ് ഫൗണ്ടർ അല്ലെ? ഡോക്ടർ ലിൻ ഷെരിൻ. അദ്ദേഹത്തിന് പറയുന്നത് തന്നെ അങ്ങനെയാണ്. കാര്യം നമ്മുടെ നാട്ടിൽ പത്മഭൂഷൺ പോലെ ഏറ്റവും വലിയൊരു അംഗീകാരം മലേഷ്യൻ ഗവൺമെന്റ് അവിടുത്തെ ഒരു പൗരന്, ഒരു സിറ്റിസന് കൊടുക്കുന്ന ഒരു അംഗീകാരം കിട്ടിയ ഒരു വ്യക്തി. ആ സ്വന്തം രാജ്യത്തു നിന്ന് മാത്രമല്ല, നമുക്ക് സൈറ്റ് എടുത്ത് നോക്കാൻ അറിയാൻ പറ്റും, പല വിദേശ രാജ്യങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് ധാരാളം അംഗീകാരം തേടി വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നാണ് അദ്ദേഹം PhD എടുക്കുന്നത്. സോ ധാരാളം അംഗീകാരം, വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി തുടങ്ങിയ വ്യക്തി. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരു ഫാക്ടറി നമ്മൾ കുറെ കാണുന്നുണ്ട്. അതിന്റെ പിക്ചർ ഇന്ത്യയിൽ ഒരു ഫാക്ടറി തുടങ്ങുമ്പോൾ അദ്ദേഹം ആദ്യം ഫോക്കസ് ചെയ്തത് ആന്ധ്രയിൽ അല്ല തെലങ്കാനയിലാണ് തുടങ്ങുന്നത്. അവിടുത്തെ ഗ്രാമത്തിലുള്ള വ്യക്തികൾക്കും കൂടി വരുമാനം കിട്ടണം എന്നുള്ള കാഴ്ചപ്പാടോടുകൂടിയാണ് നമുക്ക് ഇവിടെ കോടികൾ മുടക്കി ഇന്ത്യയിൽ അദ്ദേഹം ഫാക്ടറി തുടങ്ങുമ്പോൾ അദ്ദേഹത്തിന് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അവിടുത്തെ തൊഴിലാളികൾക്കും കൂടെ അതിന്റെ വരുമാനം കിട്ടണം, അല്ലാതെ ഇതെല്ലാം ഇവിടെ കൊണ്ടുപോകണമെന്നല്ല എന്താ ഉദ്ദേശം. സോ അത്ര വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഒരു ഫൗണ്ടർ നയിക്കുന്ന കമ്പനിയുടെ ഭാഗമാണെന്ന് നമുക്ക് അഭിമാനത്തോട് പറയാൻ സാധിക്കും. ഓണറിൽ നിന്ന് വരുമ്പോൾ നമുക്കറിയാം, നമുക്ക് ഏതൊരു മേഖലയും നയിക്കുന്നത് ആരാണെന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ? ആരാണോ ഇത് നയിക്കുന്നത്, കമ്മിറ്റ്മെന്റ് ഉള്ള ആൾക്കാരാണോ നയിക്കുന്നത്? നമുക്ക് എടുത്തു പഠിക്കുന്ന നമുക്കറിയാം, നമ്മുടെ ലീഡേഴ്സ് അല്ലെ? ഡോക്ടർ പസ്വാല, നമ്മുടെ ഏറ്റവും ഗുരു എന്ന് പറയുന്ന നമ്മുടെ ഫസ്റ്റ് ലീഡർ എന്ന് പറയുന്നത് പ്രൊഫസർ, എക്കണോമിക്സിൽ ഗോൾഡ് മെഡലിസ്റ്റ് ആയ പ്രൊഫസർ പസ്വാല,
അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയായ പ്രൊഫസർ ഡോക്ടർ രത്ന ബസ്വാൽ സ്വന്തമായി ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു ചെന്നൈയിൽ. അത് വൈൻഡ് അപ്പ് ചെയ്തുകൊണ്ട് ഫുൾ ടൈം ആയിട്ട് DXN ചെയ്തുകൊണ്ടിരിക്കുന്നു. ഡോക്ടർ ഹോസ്പിറ്റൽ വൈൻഡ് അപ്പ് ചെയ്യണമെങ്കിൽ അതിന്റെ എന്താണ് അതിന്റെ ചാൻസ് ആൻഡ് ഫ്യൂച്ചർ എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കറിയാം ഡോക്ടർ ഫത്തമി ഖനി എന്ന് പറയുന്ന വ്യക്തി എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ആണ്, ക്വാളിഫൈഡ് വ്യക്തി, ലക്ഷങ്ങൾ ശമ്പളം ഉണ്ടായിരുന്ന വ്യക്തി, ഇന്ന് ഫുൾ ടൈം ആയിട്ട് DXN വേണ്ടി പറന്ന് ലോകം മുഴുവൻ നടക്കും. ദുബായ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഫോറത്തിന് ചെയർമാൻ ആയിരുന്ന ഡോക്ടർ അൽഹസൻ ഖത്തേരി DXN ഭാഗമായിട്ട് മാറും. എന്നാൽ നമുക്കറിയാം ഡോക്ടർ എൻജിൻ ഇന്ത്യൻ പ്രസിഡന്റ് പോലും കാർഡിയോളജിസ്റ്റ് ആയി നമുക്ക് അഭിമാനത്തോട് പറയാം നമ്മുടെ ലീഡറാണെന്നുള്ളത് അല്ലെ. അദ്ദേഹം പറയുന്നു ഗ്യാൻഡ്രോം നിങ്ങൾ കഴിക്കണം, നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടെ ആരോഗ്യം നിലനിർത്താൻ കഴിക്കണമെന്ന് അദ്ദേഹം പറയുമ്പോഴാണ് നമുക്ക് സംശയം നമ്മുടെ പ്രൊഡക്റ്റുകൾ കഴിക്കണമെന്നുള്ളത്. ഡോക്ടർ മാലതിരുമണി ഗൈനക്കോളജിസ്റ്റ് ആയി. സോ റെപ്യൂട്ടഡ് ആയിട്ടുള്ള വ്യക്തികളാണ് നമ്മുടെ ലീഡേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർ നിലനിന്ന് ചെയ്യുകയാണ്. പ്രൊഫസർ ഇതിൽ വന്നത് 2000 കമ്പനി ജോയിൻ ചെയ്തത് തൊട്ട് 20 വർഷമായിട്ട് നമ്മുടെ കമ്പനിയുടെ ഭാഗമായിട്ടുണ്ട്. അപ്പൊ നമുക്ക് പറയാം അവർക്ക് അത്രയും കോൺഫിഡൻസ് കിട്ടുമ്പോൾ ആ കോൺഫിഡൻസ് നമ്മളിലേക്ക് കൂടെ നമുക്ക് പകരാൻ സാധിക്കണം. ഡോക്ടർ എൻജിനെ പോലെ ലീഡേഴ്സ് നയിക്കുന്ന കമ്പനി. ഇത് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇന്ത്യയിൽ നമുക്ക് അഭിമാനത്തോട് പറയാൻ പറ്റുന്ന എന്താണ്, നമ്മൾ ഇന്ത്യയെ കുറിച്ചാണ്. നമ്മളുള്ള ഇന്ത്യയിലാണ്. ഒരു കമ്പനി കോടികൾ മുടക്കി ഫാക്ടറി തുടങ്ങുമ്പോൾ അതാണ് നമ്മുടെ ഏറ്റവും വലിയ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ഇതൊന്നേക്കാളൊക്കെ ഉപരി നമുക്ക് കോൺഫിഡൻസ് ഇന്ന് 1000 കോടി രൂപയോളം മുടക്കിക്കൊണ്ട് ഒരു കമ്പനി ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് തുടങ്ങുന്നു അല്ലെ. 180 രാജ്യങ്ങളിലെ കമ്പനി ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ ഒരിക്കലും പൊളിച്ചടിക്ക് പോകുന്ന കമ്പനിയല്ല. കമ്പനി ഉണ്ടാവും, നമ്മളുണ്ടാവും എന്ന് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. പല കമ്പനികളും വരുന്നു, പിന്നെ കാണില്ല, പിന്നെ കാണുന്നു. അങ്ങനെ പുതിയ പുതിയ കമ്പനികളായിട്ട് വരുമ്പോൾ ഇന്ന് നമ്മുടെ ലീഡേഴ്സെ പോലും എടുത്ത് പഠിച്ചാൽ നമുക്കറിയാൻ പറ്റും 20 വർഷമായിട്ട് അവർ നിലനിന്ന് ചെയ്യുന്നു, സക്സസ്ഫുൾ ആയിട്ട് നിലനിന്ന് ചെയ്യുന്നു. ഒരു കോടികൾ മുടക്കുന്ന ഫാക്ട് നമുക്ക് ഇന്ത്യയിൽ നമുക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും. സോ ഇതാണ് ഏകദേശം കമ്പനിയുടെ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% സ്റ്റെബിലിറ്റി ഉള്ള കമ്പനി, 100% പാരമ്പര്യം അവകാശപ്പെടാൻ പറ്റുന്ന കമ്പനി എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ സബ്ജക്ട് നമ്മൾ പറഞ്ഞ പ്രൊഡക്റ്റിനെ കുറിച്ചാണ് അല്ലെ. പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ പോകാനില്ല, ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞു പോകുന്നു. ഒന്നാമത്തെ പ്രൊഡക്റ്റ് നമ്മളെ സംബന്ധിച്ചോളം നമുക്കറിയാം കിങ് ഓഫ് ഹെർബ്സ്, ഔഷധങ്ങളുടെ രാജാവ്, കിങ് ഓഫ് അഡാപ്റ്റർ എന്നറിയപ്പെടുന്ന ഗനോഡർമ എന്ന് പറയുന്ന ഒരു മഷ്റൂം. അത് ലോകത്ത് ഏറ്റവും കൂടുതൽ പഠനങ്ങൾ നടക്കുന്ന ഒരു മഷ്റൂം ഗാനോഡർമ. എങ്ങനെ മനുഷ്യന് അത് ഉപകാരപ്പെടുന്ന പഠനം നടക്കുന്നു അത് നമ്മളല്ല പറയുന്നത്. നമ്മുടെ ഏത് പ്രൊഡക്റ്റ് എടുത്ത് പഠിച്ചാലും നമ്മൾ പറയേണ്ട കാര്യമില്ല. ഈ മാധ്യമങ്ങളിൽ വളരെ എന്താ പറയാ ഇഷ്ടംപോലെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. ഗാനോഡർമ സബരോസംകാരി എന്ന് പറയുന്നു, ക്യാൻസർ നല്ലതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമലയിൽ ഡോക്ടർ റിപ്പോർട്ട് കാണിക്കാൻ നമുക്ക് പറ്റുന്നു. സോ ഈ റിപ്പോർട്ടുകളിലൊക്കെ പറയുന്നത് നിങ്ങൾ ഗാനോഡർമ കഴിക്കണം എന്ന് പറയും. അതിൽ കുറെ സയൻസ് ഉണ്ട്, സയൻസിലേക്ക് നമുക്ക് പോകാനുള്ള സമയമില്ല, നമ്മൾ പഠിക്കേണ്ട കാര്യമായിട്ടില്ല. ഇതിലൊക്കെ പറയുന്നത് നിങ്ങൾ ഉപയോഗിച്ചാൽ ഈ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണമുണ്ടെന്ന് പറയുമ്പോൾ സിമ്പിൾ സയൻസ് എന്ന് പറയുന്നത് ഈ ഒരു പിക്ചറിൽ നിന്ന് മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു കാർ അവിടെ കിടപ്പുണ്ട്, ആ കാറിന് ചുറ്റും കുറെ ആളുകൾ ഇരിക്കുന്നു. ഒരാൾ ടയർ അഴിക്കുന്നു, ഒരാൾ ബ്രേക്ക് ലൈനർ കറക്റ്റ് ചെയ്യുന്നു, ഒരാൾ ഡെക്ക് ക്ലീൻ ചെയ്യുന്നു, ഉള്ളിൽ ക്ലീൻ ചെയ്യുന്നു, പോളിഷ് ചെയ്യുന്നു. ഇത് നമ്മുടെ ബോഡിക്ക് ആവശ്യമാണ്. നമ്മുടെ ബോഡിയിൽ ഇതുപോലെ കുറെ കാര്യങ്ങൾ നടക്കുന്നു. അപ്പൊ ഒരേ സമയത്ത് കുറെ സ്ഥലങ്ങൾ ക്ലീൻ നടക്കണം. നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരാൾ കണ്ണ് ഡോക്ടറെ എടുക്കുന്ന കണ്ണ് മാത്രമേ അങ്ങനെ നോക്കൂ, കിഡ്നിയുടെ അടുത്ത് നിന്ന് നെഫ്രോളജിസ്റ്റ് അടുത്ത് കിഡ്നി മാത്രമേ നോക്കുള്ളൂ. ഓരോ അവയവത്തിന് ഒരു ഡോക്ടർ കൊടുക്കുമ്പോൾ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ബോഡി എന്ന് പറയുന്നത് ഒരേ രീതിയിൽ ഒരേ സമയത്ത് നല്ല രീതിയിൽ ഫംഗ്ഷൻ ചെയ്തിട്ട് കാര്യമാണ്. ഒരു പാട്ട് നോക്കിയിട്ട് കാര്യമില്ല. അപ്പൊ ആ പാട്ടെല്ലാം ഒരേ സമയം പണിയെടുത്ത് കറക്റ്റ് ചെയ്യണം. ഗ്യാൻഡ്രോമിനെ കുറിച്ച് പറയുന്നത് ഗ്യാൻഡ്രോം നമ്മൾ ഉള്ളിലോട്ട് ചെന്നാൽ അതായത് 250ഓളം ഘടകങ്ങൾ, അല്ല ധാരാളം 400ഓളം ഘടകങ്ങൾ പറയുന്നുണ്ട്. എന്തായിക്കോട്ടെ 200 ഘടകങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ഇതെല്ലാം ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണ്. ഇത് അകത്തോട്ട് ചെല്ലുമ്പോൾ ഈ കാർ റിപ്പയർ ചെയ്യുന്ന പോലെ നമ്മുടെ ബോഡിക്ക് വേണ്ട എല്ലാ മെയിൻ്റനൻസും ചെയ്തുകൊണ്ട് ഓയിൽ ചേഞ്ച് നടത്തുന്ന പോലെ എല്ലാം കഴിയുമ്പോൾ വണ്ടി സ്മൂത്ത് ആയിട്ട് മുമ്പോട്ട് പോകും. ഇതാണ് ഗാൻഡ്രോമ ചെയ്യുന്നത്. ഈ ഗാൻഡ്രോമ ചേർന്ന പ്രൊഡക്റ്റുകളാണ് നമ്മളെല്ലാം കാണുന്നത്. അതിൽ ഏറ്റവും 100% ഊണടങ്ങിയ RGGL എന്ന് പറയുന്ന പ്രൊഡക്റ്റ് അതിന്റെ തന്നെ ബീവറേജ് കാറ്റഗറി സാധാരണക്കാർക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ കോഫിയിൽ ബ്ലെൻഡ് ചെയ്തുകൊണ്ട് കിട്ടുന്നു. കുട്ടികളെ ഫോക്കസ് ചെയ്തുകൊണ്ട്, എന്നാൽ സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എനർജി ഡ്രിങ്ക് ആയിട്ട് കൊക്കോസിയിൽ വരുന്നു. ടീ സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്യൂർ ടീ, ധാരാളം റിസൾട്ടുകൾ വരുന്ന ടീ അല്ല, ധാരാളം പേർക്ക് അനുഭവം പറ്റുന്ന ടീയിലേക്ക് ചേർന്ന് വരുന്നു. ഇങ്ങനെ ബീവറേജ് കാറ്റഗറിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ ഗാൻഡ്രോമ ബ്ലെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഡെയിലി നമുക്ക് ആവശ്യമുള്ള പല്ല് തേപ്പ് തൊട്ട് കുളി തൊട്ട് നമ്മുടെ മനുഷ്യന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ചേർത്തുകൊണ്ട് പേസ്റ്റിൽ ബ്ലെൻഡ് ചെയ്തിരിക്കുന്നു. ഒരു ദിവസം തുടങ്ങുന്നു ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ പല്ല് തേച്ചുകൊണ്ട് നമ്മുടെ ഗേറ്റ് വേ ഓഫ് ഡിസീസ് നമ്മൾ പറയും. സോ അങ്ങനെ തുടങ്ങി ഏറ്റവും പ്യൂർ ആയിട്ടുള്ള ടോട്ടൽ എന്താ പറയുക TFM 76% ഉള്ള നമ്മുടെ ഗ്യാനോഷി എന്ന് പറഞ്ഞ സ്കിൻ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന സോപ്പ്, മസാജ് ഓയിൽ, ഷാംപൂ തുടങ്ങി ധാരാളം പ്രൊഡക്റ്റുകൾ ഗാൻഡ്രോമ ബ്ലെൻഡ് ചെയ്യുന്ന കമ്പനി നമുക്ക് റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് കിങ് ഓഫ് ഹെർബ്സ് എന്ന് പറയുന്ന ഗാൻഡ്രോമ ചേർത്തുകൊണ്ട് നമുക്ക് തരും. ദെൻ അടുത്ത റേഞ്ച് ഓഫ് പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും. നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്പൈറുലിന, മൊറിൻഷി, റോസില്ല തുടങ്ങി ഒരു സീരീസ് ഓഫ് പ്രൊഡക്റ്റ് ആണ്.
ആ പ്രൊഡക്റ്റുകളെ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല. ധാരാളം മാധ്യമങ്ങൾ സ്പൈറലിനെ കുറിച്ച് പറയുന്നു, സൂപ്പർ ആഹാരം പറയുന്നു അല്ലെ, സ്പൈറലിന് ആരോഗ്യം കാക്കും ആൽഗെ മനുഷ്യന് ആവശ്യമുള്ളതാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇപ്പൊ കൊറോണ കാലഘട്ടത്തിൽ ഇത് കഴിക്കേണ്ടത് സ്പൈറുലിനെ ആണ് എന്ന് വളരെ വ്യക്തമായ ധാരാളം മീഡിയ റിപ്പോർട്ട്സ് ഉണ്ട്. മീൻസ് സോഷ്യൽ എന്താ പറയുക, മൾട്ടിമീഡിയ മീൻസ് എല്ലാത്തിലൂടെയും നമുക്ക് റിപ്പോർട്ട്സ് വന്നിരിക്കുന്നു. നോനി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് നാച്ചുറൽ പെയിൻ കില്ലർ എന്നറിയപ്പെടുന്ന പ്രൊഡക്റ്റ് അല്ലെ, ഏറ്റവും നല്ല രീതിയിൽ പിന്നെ സ്ത്രീകളുടെ എന്താ ഏറ്റവും ആവശ്യമുള്ള പ്രൊഡക്റ്റ് ആയിട്ട് അവരുടെ പീരിയഡ് സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ്. ഹാർട്ടിന്റെ പ്രോബ്ലംസ് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണെന്ന് പറയുന്ന നോനി എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. റോസ്ല ജ്യൂസ് ലിവർ പ്രൊട്ടക്ട് എന്നറിയപ്പെടുന്നു. ഇങ്ങനെയുള്ള ധാരാളം പ്രൊഡക്റ്റ് സീരീസ് നമുക്ക് ഉണ്ട്. നമുക്കറിയാം കോഡിസെപ്സ് പോലെ പ്യൂർ എനർജി തരുന്ന കോഡിസെപ്സ് പോലെ പ്രൊഡക്റ്റുകൾ അല്ലെ. നമുക്കറിയാം ഇത് നടുക്ക് നിൽക്കുന്ന വ്യക്തി ചില്ലറ വ്യക്തിയൊന്നും അല്ല, ഒരു ദുബായിലെ പാലസ് അല്ലെ, പാലസിലാണ് നിൽക്കുന്ന ഫോട്ടോ എന്ന് പറഞ്ഞാൽ അവിടെ പ്രിൻസ് രാജകുമാരനാണ്, അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്നതാണ് നമ്മുടെ കോഡിസെപ്സ് എന്ന് പറയുന്ന കോഫി ഡോക്ടറിനോട് ബാക്കിയുള്ള ആളുകളോട് സൺഡേ കൂടെ നിൽക്കുന്ന കൊട്ടാരത്തിൽ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. അത് മാത്രം മതി, വേറെ സർട്ടിഫിക്കേഷൻ ഒന്നും നമുക്ക് വേണ്ട. അത്ര ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകളാണ് DX നമുക്ക് തരുന്ന ധാരാളം പ്രൊഡക്ട്സ് സിംഗിളുകൾ നമുക്കുണ്ട്. അപ്പൊ ആദ്യത്തെ 2 പോയിന്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഏറ്റവും നല്ല കമ്പനി, പ്രൊഡക്റ്റുകളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഏറ്റവും ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ്. മൂന്നാമത്തെ സെക്ഷനിലേക്കാണ് നമ്മൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നമുക്കറിയാം പ്ലാൻ, മാർക്കറ്റിംഗ് പ്ലാനിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. അതിൽ തന്നെ IOC എന്ന് പറയുന്ന പ്ലാനിനെ കുറിച്ചാണ്. എന്നാൽ നമ്മുടെ ഏറ്റവും പദപ്ലാനായ സിമ്മിനെ ടച്ച് ചെയ്യാതിരിക്കും നമുക്ക് IOCയിലേക്ക് പോകാൻ സാധിക്കില്ല. കാര്യം ഇത് രണ്ടും ബാലൻസ്ഡ് ആണ്. രണ്ടും കൂടെ ചേരുമ്പോഴേ DX മാർക്കറ്റിംഗ് പ്ലാൻ ആകുന്നുള്ളൂ. IOC മാത്രമായിട്ടും പറയാൻ പറ്റില്ല, സിംബ് മാത്രമായിട്ടും പറയാൻ പറ്റില്ല. സിംബ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ ഇന്ന് നമ്മൾ സിംബ് കൂടുതൽ ചർച്ച ചെയ്യുന്നില്ല. എന്നാൽ നമുക്കറിയാം സിംബിന് ജസ്റ്റ് ബേസിക് കാര്യം മാത്രം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് പോകും അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ പുതിയ ആൾക്കാർ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ സിംപ്ലിഫൈഡ് ഇംപ്രൂവ്ഡ് മാർക്കറ്റിംഗ് പ്ലാൻ എന്ന് പറഞ്ഞ ഒരു പ്ലാൻ ഉണ്ട് അല്ലെ. പഴയ കാലങ്ങളിൽ നിന്ന് 2000 കമ്പനി തുടങ്ങുന്ന പ്ലാനിനെ കുറച്ചുകൂടി എളുപ്പമാക്കി 2006, 2007 കാലഘട്ടത്തിൽ. അതിനാണ് സിംപ്ലിഫൈഡ് എന്ന് പറയുന്നത്. ഒരു കമ്പനി ചെയ്യാത്ത ഒരു കാര്യം. തൊട്ട് മാത്രമുള്ള ഒരാൾ ഡിസ്ട്രിബ്യൂട്ടർ ഇതിലേക്ക് കടന്നു വരുന്നു, ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് വരാം. ഒരു ആധാർ കാർഡും തിരിച്ചറിയൽ കാർഡും ഒക്കെ ആയിട്ട് നേരിട്ട് വന്ന് ജോയിൻ ചെയ്യാൻ സ്പോൺസർ വേണമെന്ന് മാത്രമേ ഉള്ളൂ. വന്നാൽ അയാളോട് അദ്ദേഹം വരേണ്ടത്, അദ്ദേഹത്തിന് ഒരു അടുത്ത പടി കമ്പനി കൊടുക്കുന്നത്, അദ്ദേഹത്തിന് പറയുന്നത് നിങ്ങൾ സിംബാണ് ചെയ്യുന്നത്, നിങ്ങൾ സ്റ്റാർ എച്ച് എന്ന് പറഞ്ഞ റാങ്കിലേക്ക് എത്തണം. അതിന് ചെറിയൊരു ടാർഗറ്റ് കമ്പനി വെച്ചിട്ടുണ്ട്. അതിന് ടൈം ലിമിറ്റും ഇല്ല. നിങ്ങൾക്ക് എന്ന് പറ്റുന്നു 45,000 പോയിന്റ് നിങ്ങളും നിങ്ങളുടെ ഗ്രൂപ്പും കൂടി എത്തുമ്പോൾ നിങ്ങൾ സ്റ്റാർ ഏജന്റ് ആയിട്ട് മാറുക എന്ന് പറയുന്ന അക്യുമുലേറ്റഡ് PV സിസ്റ്റം എന്നാണ് പറയുന്നത്. പല മാസം ചെയ്യുന്ന ബിസിനസ് കൂടി ആദ്യത്തെ മാസം 5,000 വന്നാൽ രണ്ടാമത്തെ മാസം 10,000 വരുമ്പോൾ 5,000 കൂട്ടി, വീണ്ടും ഒരു 10,000 വന്നാൽ ആദ്യത്തെ 2 മാസത്തെ 15,000 10,000 കൂട്ടി 25,000 ആക്കി, വീണ്ടും ഒരു 20,000 വന്ന് 45,000 ആക്കി. ഇങ്ങനെ കൂടി പല മാസത്തിൽ കൂടി 45,000 ആകുമ്പോൾ ആ വ്യക്തിയെ സ്റ്റാർ ഏജന്റ് എന്ന് പറഞ്ഞ കമ്പനി ഒരു പ്രസ്റ്റീജിയസ് റാങ്കിൽ തരും. ഞാൻ സ്റ്റാർ ഏജന്റ് ആയി കഴിഞ്ഞാൽ DXന്റെ കരിയറിൽ നമ്മൾ പഠിക്കേണ്ട കാര്യം, നമ്മൾ സിംഗിൾ ആണെങ്കിൽ നമ്മുടെ കൂടെ വരുന്നവരുടെ വളർച്ചയെ കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി. ഞാൻ സ്റ്റാർ ഏജന്റ് ആയി 45,000 പോയിട്ട് ഞാൻ സ്റ്റാർ ഏജന്റ് ആയി എന്റെ കഴിവുകൊണ്ടല്ല, എന്റെ കൂടെ വന്ന കുറച്ച് സുഹൃത്തുക്കൾ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. എന്റെ അടുത്ത ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്റെ കൂടെ വരുന്ന വ്യക്തികൾ എന്റെ ഒപ്പം വളർന്ന് സ്റ്റാർ ഏജന്റ് ആക്കുക. ഓരോ വ്യക്തിയും പടിപടിയായി സ്റ്റാർ ഏജന്റ് ആകുമ്പോൾ നമ്മുടെ കരിയറിൽ ഓരോരോ മാറ്റങ്ങളും ഇൻകങ്ങളും വന്നുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കൂടെ വരുന്ന 6 നല്ല സുഹൃത്തുക്കളെ സ്റ്റാർ ഏജന്റ് എന്ന് പറഞ്ഞാൽ ആക്കി കഴിഞ്ഞാൽ കമ്പനി ഒരു പ്രസ്റ്റീജിയസ് റാങ്കിലേക്ക് നമ്മൾ മാറും. സ്റ്റാർ ഡയമണ്ട് എന്ന് പറയും. ഇതാണ് ബേസിക് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ സ്റ്റാർ ഡയമണ്ട് ആയി കഴിഞ്ഞാൽ നമ്മുടെ കൂടെ വരുന്ന നമ്മുടെ നല്ല സുഹൃത്തുക്കളെ, ആ സ്റ്റാർ ഏജന്റ് ആയ വ്യക്തികളെ നമ്മൾ കൂടെ വളർത്തി സ്റ്റാർ ഡയമണ്ട് ആക്കുക. ഇതേ 4 സ്റ്റെപ്പുള്ളൂ. സ്റ്റാർ ഏജന്റ് ആകുക, 6 പേരിലൂടെ സ്റ്റാർ ഡയമണ്ട് ആകുക, കൂടെ വരുന്നവരെ സ്റ്റാർ ഡയമണ്ട് ആക്കുക. അതിപ്പോ പിന്നെ കൂട്ടാം, മാറുന്നുള്ളത് 20 പേര് ആകുമ്പോഴത്തേക്കാണ് നമ്മൾ പ്രൗഡ് അംബാസിഡർ എന്ന റാങ്കിലേക്ക് വരുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ ഓടിച്ച് ടച്ച് ചെയ്ത് പോയി എന്ന് മാത്രമേ ഉള്ളൂ. സോ ഇതിലൂടെയാണ് ഇത് ടച്ച് ചെയ്ത് പോകുന്നതിന്റെ കാര്യം, ഇതിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ ലീഡേഴ്സ് എല്ലാം കാശുണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ രാജു സാർ ആയിക്കോട്ടെ, പ്രൊഫസർ ആയിക്കോട്ടെ, ഏത് വ്യക്തി ഇതിനകത്ത് കാശുണ്ടാക്കിയിരിക്കുന്നതെല്ലാം ഈ സിംബിലൂടെ കിട്ടുന്ന ഈ 9 തരം വരുമാനത്തിലൂടെ അല്ലെങ്കിൽ 10 തരം വരുമാനത്തിലൂടെയാണ് നമ്മൾ വെച്ചാൽ ഓവർസീസ് സ്പോർട്സ് എന്ന് പറഞ്ഞിരിക്കുകയും ഫോറിൻ ബോണസ് 10 വരുമാനത്തിലൂടെയാണ് കിട്ടിയിരിക്കുന്നത്. ഇന്നെല്ലാം ലൈഫ് സേഫ് ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിംബിന് വളരെ പ്രാധാന്യമുണ്ട്. സിംബ് ഒരിക്കലും ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം അല്ല. എന്നാൽ 11ാമത്തെ ഒരു പ്ലാനിലേക്കാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതിന് പറയുന്നതാണ് IOC എന്നാണ് കമ്പനി പറയുന്നത്. അതിന് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു ഓമന പേരാണ് മൈ ഹോം മൈ ഷോപ്പ്. അല്ല, അതിന്റെ ഫ്രേസ് ഐസിംഗ് ഓൺ ദ കേക്ക്, IOC എന്ന് പറയുന്ന ഐസിംഗ് ഓൺ ദ കേക്ക് എന്ന് പറയുന്നത്. അതിന്റെ ഐസിംഗ് ഓൺ ദ കേക്കിന്റെ ഫ്രേസ് എന്ന് പറയുന്നത് തന്നെ ഐസിംഗ് ഓൺ ദ കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ refers to something positive, enhance a situation that's already good. ഈ കാര്യം വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്, അതിന് ഒന്നുകൂടെ രുചികരമാക്കാൻ. അതാണ് അതിന്റെ ഫ്രേസിന്റെ അർത്ഥം. ഒന്ന് ഭംഗിയായി നടക്കുന്ന കാര്യത്തിൽ ഒന്നുകൂടെ ഭംഗിയാക്കുക, അതാണ് ഐസിംഗ് ഓൺ ദ കേക്ക്. ഇവിടെ വളരെ ആപ്റ്റ് ആയിട്ടുള്ളവരാണ് ഡോക്ടർ കൊടുത്തിരിക്കുന്നത്. സിംബാണ് നമ്മുടെ കേക്ക്, അതായത് രുചിയുള്ള കേക്ക് നമുക്കുണ്ട്.
ആ രുചിയുള്ള കേക്കിന് ഒന്നുകൂടെ രുചികരമാക്കാൻ വേണ്ടി അതിന്റെ പുറത്ത് ഒന്നുകൂടെ ഐസിങ് ആക്കി ഭംഗിയാക്കുമ്പോൾ നമുക്ക് ഈ കേക്കും കഴിക്കാം, അതിന്റെ പുറത്തുള്ള ഐസിങ് കൂട്ടി നമുക്ക് കേക്ക് കഴിക്കാം. അതാണ് ഐസിങ് ഓൺ ദ കേക്ക് എന്ന് പറയുന്ന പ്ലാൻ. സോ സിമ്പിന്റെ ഒപ്പം നമുക്ക് നേടാൻ പറ്റുന്ന ഒരു പ്ലാൻ. സോ ഇതൊരു കോംപ്ലിമെന്ററി പ്ലാൻ ആണ്. സിമ്പിന്റെ ഒരിക്കലും മാറി നിൽക്കുന്ന ഒരു പ്ലാൻ അല്ല. സിമ്പ് ഒരിക്കലും കമ്പനി ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്ലാൻ ആണ്. അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ IOCയിലേക്ക് കടക്കുന്നു. IOC ഇപ്പോൾ ഉള്ളത് 22ഓളം രാജ്യങ്ങളിലായിരുന്നു കമ്പനി വളരെ സക്സസ്ഫുൾ ആയിട്ട് IOC കൊണ്ടുപോയിക്കുന്നത്. ഐസിങ് ഓൺ ദ കേക്ക് എന്ന് പറഞ്ഞ പ്ലാൻ വരുന്നത്. അവിടെ നിന്ന് മാറി 23ാമത് നമ്മളുടെ എല്ലാം ഭാഗ്യം കൊണ്ട് നമ്മൾ ഇന്ത്യൻ കമ്പനി തെരഞ്ഞെടുത്തു. ഏകദേശം ഒരു വർഷം മുമ്പ് ഇന്ത്യയിലേക്ക് കൊണ്ട് ഡോക്ടർ നമുക്ക് കൈ നീട്ടി ആ ഒരു ഓപ്പർച്യൂണിറ്റി തന്നു. അപ്പൊ നമ്മളതിന്റെ ശൈശവ ദശയിലാണ് അത് വളർത്തിക്കൊണ്ടുവരാനാണ് നമ്മുടെ ലീഡേഴ്സ് എല്ലാവരും ഈ പ്രോഗ്രാം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 22 രാജ്യങ്ങളിൽ സക്സസ്ഫുൾ ആക്കി 23ലേക്ക് കടന്നിരിക്കുന്നു. സോ എങ്ങനെ IOC സ്റ്റാർട്ട് ചെയ്യുന്നു? സിമ്പിൾ വേ ടു സ്റ്റാർട്ട് IOC. IOC ഒരാൾക്ക് തുടങ്ങാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് പറയുന്നത്, ഏറ്റവും സിമ്പിൾ ആയിട്ട് തുടങ്ങാൻ പറ്റുന്നത് 22,500 കൊണ്ട് ഒരാൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അതാണ് IOC. ഈ 22,500 എന്ന് പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ സീഡ് സ്റ്റോക്ക് എന്നാണ് പറയുക. നേരത്തെ പറഞ്ഞ മൈ ഹോം മൈ ഷോപ്പ്, എന്റെ കടയിൽ കച്ചവടം നടക്കണമെങ്കിൽ എന്റെ പ്രൊഡക്റ്റ് സ്റ്റോക്ക് വേണം. അതിനുള്ള സീഡ് സ്റ്റോക്ക് ആണ് 22,500 നമ്മൾ എടുത്തു വെക്കുന്നത്. ഞാൻ IOC സ്റ്റാർട്ട് ചെയ്തു. ഐസിങ് ഓൺ കേക്ക് എന്ന് പറഞ്ഞ പ്ലാൻ സ്റ്റാർട്ട് ചെയ്തു. 22,500 കൊണ്ട് സ്റ്റാർട്ട് ചെയ്തു. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മാർഗം. അങ്ങനെയാണെങ്കിൽ എന്ത് ഇൻകം ആണ് എനിക്ക് കിട്ടുന്നത്? ഞാൻ IOC സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു, വേറെ ഒരു വ്യക്തിയോട് ഞാൻ പറഞ്ഞ ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് പറയുമ്പോൾ, ഒരു വ്യക്തി എന്റെ കൂടെ ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ തയ്യാറാണ് അദ്ദേഹത്തിന് വീട്ടെങ്കിൽ, എനിക്ക് ഫസ്റ്റ് ജനറേഷൻ, ഞാൻ കൊണ്ടുവന്ന വ്യക്തിയെ ഫസ്റ്റ് ജനറേഷൻ ആണ് എന്റെ ഒന്നാമത്തെ തട്ട് ഞാൻ കൊണ്ടുവന്ന് വെക്കും. ആ വ്യക്തി മൈ ഹോം ഷോപ്പ് അല്ലെങ്കിൽ ഷോപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് 1,500 രൂപ നമുക്ക് ഫസ്റ്റ് ജനറേഷനിൽ നിന്ന് കിട്ടും. അതൊരു സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു, ഒരു സുഹൃത്ത് ബില്ലിംഗ് ആയി ജോയിൻ ചെയ്തു, അദ്ദേഹത്തിന് എനിക്ക് 1,000 രൂപ. അപ്പോഴാണ് ഞാൻ എന്റെ ഒരു അയൽക്കാരനോട് ഞാൻ പറയുകയാണ്, ഇതിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട് അല്ലെ, ഒരു സുഹൃത്തും അയൽക്കാരും ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും. അദ്ദേഹം എന്റെ ഫസ്റ്റ് ജനറേഷൻ ആയിട്ട് വന്നു, 1,500 രൂപ കിട്ടി. അപ്പോഴായിരിക്കും ഞാൻ എന്റെ ബന്ധുവിനോട് പറയുന്നത്, ഇതിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഇത് എല്ലാവർക്കും ഉള്ളതാണ്. അതുകൊണ്ടാണ് ഓരോന്ന് ഞാൻ എടുത്ത് പറയുന്നത്. 3 പേര് പറയുമ്പോൾ എത്ര പേരെ വേണമെങ്കിലും നമുക്ക് കൊണ്ടുവരാം. ഞാൻ കൊണ്ടുവന്നവരെല്ലാം എന്റെ ഫസ്റ്റ് ജനറേഷൻ ആണ്. അവരിൽ നിന്നെല്ലാം നമുക്ക് കിട്ടുന്ന വരുമാനം 1,500 രൂപയാണ്. അത് ടെക്നിക്കൽ ടേംസ് ഉണ്ട്, നമ്മൾ അതിലേക്ക് പോകേണ്ട. എമൗണ്ട് പറയുന്നത് എളുപ്പത്തിൽ മനസ്സിലാക്കില്ല. ഞാൻ കൊണ്ടുവന്ന ഒരു വ്യക്തി എന്റെ സെക്കൻഡ് ജനറേഷനിലാണ്. എനിക്ക് സെക്കൻഡ് ജനറേഷൻ വന്നാൽ എനിക്ക് കിട്ടുന്നത് അവർക്ക് 1,000 രൂപയാണ്. അപ്പൊ അടുത്ത വ്യക്തി കൊണ്ടുവന്നു, സെക്കൻഡ് ജനറേഷൻ വന്നു, അതിൽ നിന്ന് എനിക്ക് എത്ര സെക്കൻഡ് ജനറേഷൻ വരുന്നു എനിക്ക് 1,000 കിട്ടും. അപ്പോഴായിരിക്കും എല്ലാവരും ഒരാളെ ആയിരിക്കില്ല കൊണ്ടുവരുന്നത്. എന്റെ മൂന്നാമത്തെ ആൾ എന്ത് ചെയ്തു, 2 പേരെ കൊണ്ടുവന്നു, ചിലപ്പോൾ 3 പേരായിരിക്കും. ഇവരിൽ നിന്നെല്ലാം രണ്ടാമത്തെ തട്ടിൽ നിന്നെല്ലാം എനിക്ക് 1000 വെച്ച് കിട്ടാൻ തുടങ്ങും. രണ്ടാമത്തെ വ്യക്തി കൊണ്ടുവരുന്നത് അടുത്ത തട്ടുകളെല്ലാം തേർഡ് ജനറേഷൻ എന്നാണ്. തേർഡ് ജനറേഷൻ തൊട്ട് 11ാമത്തെ ജനറേഷൻ വരെ ആരൊക്കെ എപ്പോ വന്നു അവരിൽ നിന്നൊക്കെ നമുക്ക് 500 രൂപ വെച്ച് കിട്ടാൻ തുടങ്ങും. ഒരാൾ ഈ പ്ലാന്റ് ബ്യൂട്ടി എന്ന് പറയുന്ന ഒരാൾ വന്നു കഴിഞ്ഞാലും നമുക്ക് അതിൽ നിന്ന് ഇൻകം നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. 500 രൂപ വെച്ച് സ്റ്റാർട്ട് ചെയ്യും. ഒന്നുകൂടെ ഓടിച്ച് പറയാം, ഫസ്റ്റ് ജനറേഷൻ ആണെങ്കിൽ 1,500, സെക്കൻഡ് ജനറേഷൻ 1000, തേർഡ് തൊട്ട് 11 ജനറേഷൻ വരെ 500. ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ നമുക്കൊന്ന് നോക്കാം, ജസ്റ്റ് ഓടിച്ചിട്ട് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുത്താൽ പറ്റും. അതാണ് ഈ പ്ലാന്റെ സക്സസ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള നെറ്റ്വർക്ക് മാർക്കറ്റിംഗുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവർ പറയുന്നത് 2 വരണം, അത് 4 ആകണം, 8 ആകണം, 16 ആകണം, ഇതായാലും കാശ് കിട്ടുള്ളൂ, ഒരു കാലത്തും ഒരു കാലത്ത് എത്തൂലെന്നൊക്കെ പറയും. മാച്ചിങ് എന്നൊക്കെ പറയും. ഇവിടെ ഒരു മാച്ചിങ് ഇല്ല. ഒരാളെ നിങ്ങൾ ഗ്രൂപ്പിൽ വന്നാലും നിങ്ങൾക്ക് കാശ് കിട്ടുക ഗ്യാരണ്ടി പോക്കറ്റിൽ ഉണ്ടായിരിക്കും. ഞാൻ ഫസ്റ്റ് ജനറേഷൻ ആകെ 2 പേരെ കൊണ്ടുവന്നു, ഒരു സുഹൃത്തും ഒരു അയൽക്കാരനെ കൊണ്ടുവന്നു, എന്ത് പറഞ്ഞിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 പേരെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അവർക്കും ഓരോരുത്തർക്കും ഉണ്ടാവുമല്ലോ 2 പേര്. ആ ഒരു സ്ട്രക്ചർ മാത്രം നമ്മൾ മുമ്പോട്ട് കൊണ്ടുകഴിഞ്ഞാൽ 20,51,000 രൂപ ഗ്യാരണ്ടി അവരുടെ പോക്കറ്റിൽ വീണിരിക്കും എന്ന് 11 തട്ട് വരുന്നത്. അത് ആരും കൊണ്ടുപോകില്ല, വേറെ ബാലൻസിങ് ഒന്നുമില്ല. ചിലപ്പോൾ 8ാമത്തെ ജനറേഷൻ ഒരാളാ വന്നെങ്കിൽ 500 ഗ്യാരണ്ടി കിട്ടും. 2 പേര് മാത്രമേ നിങ്ങൾ ഗ്രൂപ്പിൽ കൊണ്ടുവന്നുള്ളൂ. 11 തട്ട് ഗ്യാരണ്ടി അവരോട് പറ്റാം. നിങ്ങളുടെ ഗ്രൂപ്പിൽ 11 തട്ട് വന്നാൽ അന്ന് നിങ്ങളുടെ പോക്കറ്റിൽ 20,51,000 രൂപ വീണിരിക്കുന്നു എഴുതി വെച്ച് ഒപ്പിട്ട് കൊടുക്കാൻ നമുക്ക് സാധ്യം. വേറെ ഒരു പ്ലാനിലും സാധിക്കില്ല. അപ്പൊ ഞാൻ പറയുന്നത് സുഹൃത്തും ബന്ധുവും ഉണ്ട്, എല്ലാവരും 3 പേരെ എനിക്ക് കിട്ടി. 3 പേരെ ഞാൻ കൊണ്ടുവന്നാൽ ആ 3 വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ 20 ലക്ഷം എന്ന് പറയുന്നത് 13 കോടി, 13.5 കോടി, 13 കോടി 28 ലക്ഷം, 13 കോടി പിടിക്കുക. അതാണ് കണക്കിന്റെ കളി എന്ന് പറയുന്നത്. 2നെ 1 പൊട്ടിച്ച് 3 ആക്കി വിട്ടാൽ 13 കോടി രൂപ ഗ്യാരണ്ടിയാണ്. അപ്പൊ ആളുകൾ എനിക്ക് 13 കോടി കിട്ടുമോ? വേണ്ട, ഒരു പകുതി എന്റെ തട്ട് എവിടെയെങ്കിലും കയറി വന്നാൽ നമുക്ക് ഒരു 6 ലക്ഷം രൂപ കിട്ടും. അതിന്റെ 4-1 വന്നു കഴിഞ്ഞാൽ 3.5 ലക്ഷം രൂപ. അതിന് 13-1 വന്നു കഴിഞ്ഞാൽ 1 കോടി രൂപ. 1 കോടി കൂടുതൽ പ്രശ്നമുള്ള ആൾക്കാരൊന്നും ഇത് കേൾക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്നാൽ കഴിവുള്ളവരാണെങ്കിൽ നേരെ 4 പേരെ കൊണ്ടുവന്ന് വിചാരിക്കും. അതങ്ങ് താഴത്തോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ 11 ജനറേഷൻ വരുന്ന സമയത്ത് നമ്മുടെ പോക്കറ്റിൽ 270-280 കോടിയോളം രൂപയുടെ ചാൻസ് ഇതിൻ്റെ അകത്ത് ഉണ്ട്. അത് നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്.
അത് 2-ൽ തുടങ്ങണോ, 3-ലാക്കണോ, 4-ലാക്കണോ എന്നെല്ലാം നമുക്ക് തീരുമാനിക്കാനുള്ള 100% അവകാശമുണ്ട്. 2 ആണെങ്കിൽ 20, 3 ആണെങ്കിൽ 13 കോടി, 4 ആണെങ്കിൽ 279 കോടി. ഇതാണ് ഇതിന്റെ ബേസിക് പ്ലാൻ എന്ന് പറയുന്നത്. ഇന്നത്തെ പ്ലാന്റെ ലാസ്റ്റ് സെഷനിലേക്ക് അതുകൊണ്ട് ഞാൻ അവസാനിക്കുകയാണ്. സിമ്പിൾ വേ ടു സ്റ്റാർട്ട് IOC എന്നാണ് നമ്മൾ പറഞ്ഞത്. 22,500 നമ്മൾ തുടങ്ങി. ഇതാണ് അതിന്റെ ബേസിക് പ്ലാൻ. കുറച്ചുകൂടെ ഭംഗിയായിട്ട് ചെയ്യാനുള്ളവർക്കാണെങ്കിൽ ഡബിൾ IOC എന്ന് പറഞ്ഞ പ്ലാനിലേക്ക് മാറാൻ പറ്റും. നമ്മളിപ്പോൾ സംസാരിച്ച സിംഗിൾ IOC, ഞാൻ ഒരു IOC 22,500 മുടക്കി എടുത്തു. ഡബിൾ IOC എന്ന് പറഞ്ഞാൽ 22,500 20,000 രൂപയും കൊടുത്ത് നിങ്ങൾക്ക് 2 IOC എടുക്കാം. അത് ഒരുമിച്ച് എടുക്കണമെന്നില്ല, ഒരുമിച്ചെടുക്കാൻ പറ്റിയാൽ ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ ഒരു പ്രാവശ്യം എടുത്തു, പ്രൊഡക്റ്റ് കൊടുത്തു, വീണ്ടും നിങ്ങൾ ഒരു IOC നിങ്ങളുടെ പേരിൽ തന്നെ എടുത്തു. ഞാൻ തന്നെ ഫസ്റ്റ് എടുത്തു, ഞാൻ തന്നെ സെക്കൻഡ് എടുത്തു. അങ്ങനെയാണെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ നമുക്കറിയാം ഫസ്റ്റ് ജനറേഷൻ ഒരാൾ ജോയിൻ ചെയ്തു. ഞാൻ U2-ന്റെ താഴെയാണ് ഫസ്റ്റ് ജനറേഷൻ. നേരത്തെ 1,500 കിട്ടിയെടുത്ത് ഇപ്പോൾ 2,500 കിട്ടാൻ തുടങ്ങും. ഒരു 1000 രൂപ ഡിഫറൻസ് ഒന്നാമത്തെ ജനറേഷൻ സ്റ്റാർട്ട് ചെയ്യും. രണ്ടാമത്തെ ജനറേഷൻ നേരത്തെ നമുക്ക് കിട്ടിയത് 1000 ആണെങ്കിൽ അത് 1,500 ആയിട്ട് മാറും. തേർഡ് ജനറേഷൻ നേരത്തെ 500 കിട്ടിയെടുത്തത് 1000 ആയിട്ട് മാറും. ഡബിൾ IOC വരുമ്പോഴുള്ള ഗുണം ഫസ്റ്റ് ജനറേഷൻ 2,500 ആയിട്ട് മാറും, സെക്കൻഡ് ജനറേഷൻ 1,500 ആയിട്ട് മാറും, തേർഡ് ജനറേഷൻ 1000 ആയിട്ട് മാറും. ഒരു തട്ടും കൂടെ ഭംഗിയായിട്ട് ചെയ്യണമെന്ന് ഒരാൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനാണ് ട്രിപ്പിൾ IOC എന്ന് പറയുന്നത്. ആ 42,500 വീണ്ടും ഒരു 20,000 രൂപയുടെ പ്രൊഡക്റ്റ് കൂടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുമിച്ചെടുക്കാം, 3 പ്രാവശ്യമായിട്ട് എടുക്കാം, എങ്ങനെ വേണമെങ്കിലും എടുത്തോളൂ. നിങ്ങൾക്ക് ട്രിപ്പിൾ IOC കോട്ട് ആകുമ്പോൾ ഫസ്റ്റ് 3 IOC നമ്മളുടെ തന്നെയായിട്ട് മാറിയിട്ടായിരിക്കും നമ്മൾ താഴത്തിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ജനറേഷന്റെ വരുമാനത്തിലേക്ക് നമ്മൾ 3,000 ആയിട്ട് മാറും. ഒന്നായിരുന്നപ്പോൾ 1,500, 2,500, 3 3,000 ആയിട്ട് മാറും. ഫസ്റ്റ് ജനറേഷൻ ഒന്നാമത്തെ തട്ടിൽ നമുക്ക് കിട്ടുന്ന വരുമാനം മാറും. രണ്ടാമത്തെ തട്ടിൽ നിന്ന് കിട്ടുന്ന വരുമാനം 2,000 ആയിട്ട് മാറും. മൂന്നാമത്തെ തട്ടിൽ നിന്ന് വരുന്ന വരുമാനം 1,500 ആയിട്ട് മാറും. ജസ്റ്റ് ഒന്നുകൂടെ റഫ് അത് ഓടിച്ച് കാണാൻ പറ്റും. സിംഗിൾ IOC എടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള ഫസ്റ്റ് ജനറേഷൻ കിട്ടുന്ന 1,500, ഡബിൾ IOC ആകുമ്പോൾ 2,500, ട്രിപ്പിൾ IOC ആകുമ്പോൾ 3,000. സെക്കൻഡ് ജനറേഷൻ വരുമ്പോൾ 1000, 1,500 ആയിട്ട് മാറുമ്പോൾ 2,000 ആയിട്ട് മാറും. തേർഡ് ജനറേഷൻ എന്നുള്ളത് സിംഗിൾ IOC ആണെങ്കിൽ 500 ആകുന്നു, ഡബിൾ IOC ആണെങ്കിൽ 1000 ആകുന്നു, മറ്റത് 1,500 കിട്ടുന്നത്. ഇതാണ് ഫസ്റ്റ് സിംഗിൾ IOC, ഡബിൾ IOC, ട്രിപ്പിൾ IOC. ഏത് നമുക്ക് വ്യക്തമായിട്ട് തീരുമാനം എടുക്കാം. ഇന്ന് ലീഡേഴ്സ് ധാരാളം പേര് ട്രിപ്പിൾ IOC-ലേക്ക് വന്നുകൊണ്ട് ആ ഇൻഡത്തിന്റെ എല്ലാ സാധ്യതകളും എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഏതാണോ വേണ്ടത് നമുക്ക് തീരുമാനിക്കാനുള്ള എല്ലാവിധ എന്താ പറയാ സ്വാതന്ത്ര്യം നമുക്കുണ്ട്. സോ ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. നമുക്കറിയാം നമ്മൾ ഇന്ന് എല്ലാ രീതിയിലേക്ക് വന്നിരിക്കുന്നത്. കുറെ സ്വപ്നങ്ങളുള്ള കുറെ പേരാണ് നമ്മൾ അല്ലെ. കുറെ പേരെ സംബന്ധിച്ച് സന്തോഷം ഫാമിലി ആയിരിക്കും, ചില സംബന്ധിച്ച് വാഹനമായിരിക്കാം, ചില സംബന്ധിച്ച് എന്താ പറയുക യാത്രയായിരിക്കാം, വിമാനയാത്രയായിരിക്കാം, വീടായിരിക്കാം. ഈ സ്വപ്നങ്ങളെല്ലാം നമ്മൾ സാക്ഷാത്കരിക്കാനുള്ള വളരെ വ്യക്തമായിട്ട് സാർ, താങ്ക് യു. എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. കാരണം കമ്പനിയുടെ പ്രോഡക്റ്റ്, അതിൻ്റെ പ്ലാൻ ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് പറയുക എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു ഭഗീരഥ പ്രയത്നമാണ്. അത് മനോഹരമായ സ്ലൈഡിലൂടെ ഭംഗിയായിട്ട് നിർവഹിച്ചു നമ്മുടെ റോബി സാറ്. ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് നന്ദി പറയുന്നു. താങ്ക് യു സാർ. റോബി സാറിന് നമുക്കറിയാം, അദ്ദേഹം ഇതിൻ്റെ ഈ ഓപ്പർച്യൂണിറ്റി, നമ്മുടെ ഈ ചാൻസ് വളരെ മനോഹരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഓൺലൈൻ ചാൻസുകൾ ഏകദേശം 50ഓളം പേര് അദ്ദേഹം സാംബിയ എന്ന് പറയുന്ന കൺട്രിയിൽ ജോയിൻ ചെയ്യിച്ചു കഴിഞ്ഞു. അതേപോലെ തന്നെ കേരള DXNൽ നമുക്ക് വേണ്ട ടൂളുകൾ, മലയാളം ഗൈഡുകളായാലും പത്ര ഫയലുകളായാലും നമ്മളെ ആയുധമണിയിക്കുന്ന ഒരു ലീഡറാണ് അദ്ദേഹം. ഇന്ത്യയിലും ഇന്ത്യക്ക് വെളിയിലും ഇതിന്റെ ഇന്റർനാഷണൽ ഓപ്പർച്യൂണിറ്റി, വൺ വേൾഡ് വൺ മാർക്കറ്റ് വിനിയോഗിക്കുന്നു. അതുകൊണ്ട് ഈ സംഭവങ്ങളെല്ലാം തന്നെ ചുരുങ്ങിയ സമയം കൊണ്ട് അദ്ദേഹം വളരെ വിശദമായിട്ട് നമ്മളെ പഠിപ്പിച്ചു തന്നു. ഒരിക്കൽ കൂടി കേരള DXന്റെ പേരിൽ അദ്ദേഹത്തോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു സാർ. സുഹൃത്തുക്കളെ, നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യുകയാണ്. എല്ലാ തിങ്കളാഴ്ചയും നമ്മൾ ഈ പ്രോഗ്രാം കേൾക്കുമ്പോൾ, പലവട്ടം നമ്മൾ ഈ പ്രോഗ്രാം കേൾക്കുമ്പോൾ മാത്രമാണ് ഇത് നമ്മുടെ ഉപബോധ മനസ്സിൽ വീഴുന്നത്. അങ്ങനെ ഉപബോധ മനസ്സിൽ വീഴുന്നതാണ്, ഉപബോധ മനസ്സിനെയാണ് നമ്മൾ ആത്മാവെന്ന് പറയുന്നത്. അങ്ങനെ വീഴുന്നതാണ് പരമാത്മാവായ നമ്മുടെ പ്രപഞ്ചത്തിലേക്ക് ഇത് കടന്നു പോകുന്നത്. അങ്ങനെ നിരന്തരം കാണുന്ന നമ്മുടെ ഉപബോധം എന്ന് കാണുമ്പോൾ അത് നമ്മുടെ ഉപബോധ മനസ്സിൽ വീഴുന്നു. ആ സത്യം പ്രപഞ്ചത്തിലേക്ക് പോവുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മൾ സ്വപ്നം കാണുന്ന, നമ്മുടെ സങ്കല്പത്തിലുള്ള ആളുകളെല്ലാം നമ്മളിലേക്ക് ഓടി വരുന്നത്, നമ്മുടെ ഡ്രീം ഫുൾഫിൽ ചെയ്യുന്നത്. നമ്മൾ ഇഷ്ടപ്പെട്ട ആളുകൾ, നമ്മൾ ചിന്തിച്ച സ്വപ്നം കണ്ട ആളുകൾ നമ്മുടെ അടുത്തേക്ക് ഓടി വരുന്നത്. അതിനെയാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു തിയറി വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു പ്രാവശ്യം കണ്ട് 2 പ്രാവശ്യം കണ്ട് പ്രോഗ്രാം അവസാനിപ്പിക്കരുത്. കേട്ടതാണെങ്കിലും മനസ്സിലാക്കിയതാണെങ്കിലും വീണ്ടും വീണ്ടും നമ്മളത് കേൾക്കുക. ഇനി നമ്മളെ കാത്തിരിക്കുന്നത് വരുന്ന ആഴ്ച. ഇതേ പ്രോഗ്രാമിൽ റോബി സാറിന് പകരമെടുക്കുന്നത് കേരളത്തിന്റെ പ്രിയപ്പെട്ട കോർ ഡയമണ്ട് ദിലീപ് സാറാണ്.
ഇത് കൂടാതെ അടുത്ത 11-ാം തീയതി നമ്മൾക്ക് വേണ്ടി സ്പെഷ്യൽ പ്രോഗ്രാം രാജീവ് സാറിന്റെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ട്രെയിനിങ്, ലീഡേഴ്സ് ട്രെയിനിങ്, അത് പ്രോഡക്റ്റ് ആണ്. ഫസ്റ്റ് ട്രെയിനിങ്, അടുത്തൊരു ലീഡേഴ്സ് മീറ്റിങ്ങിന് മാർക്കറ്റിംഗ് പ്ലാൻ, പിന്നെ ഒരു ലീഡേഴ്സ് മീറ്റിങ്ങിന് വർക്കിംഗ് മെത്തേഡ്. 11-ാം തീയതി നോട്ട് ചെയ്ത് വെക്കണം നമ്മുടെ നോട്ട്ബുക്കിൽ. ലീഡേഴ്സിന് വേണ്ടി പ്രോഡക്റ്റിന്റെ ട്രെയിനിങ് രാജീവ് സാറിന്റെ നേതൃത്വത്തിൽ നടത്തുന്നു. ഈ ഒരു ആശയം മൈ ഹോം മൈ ഷോപ്പ് അത് മുന്നോട്ട് കൊണ്ടുവന്നത് രാജീവ് സാറാണ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ വിരിഞ്ഞ ഒരു കുഞ്ഞു കാര്യം, അന്ന് എവിടെയോ വെച്ച് നമ്മൾ മൈ ഹോം മൈ ഷോപ്പ് IOC മറന്നുപോയി. സിമ്പിൾ മാത്രം നമ്മൾ പോയിക്കൊണ്ട്, സിമ്പിൾ വലിയൊരു പ്ലാനാണ്, പക്ഷേ അത് മദർ പ്ലാൻ ആണെങ്കിൽ ഈ മാസ്റ്റർ പ്ലാൻ എവിടെയോ നമ്മൾ കൈവിട്ടു പോയ സമയത്ത് അത് കയ്യിലെടുക്കേണ്ടതും അത് മനസ്സിൽ കൊണ്ടു നടക്കേണ്ടതും അത് പ്രാവർത്തികമായാൽ വരുന്ന മാജിക്കിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം തുടങ്ങി വെച്ച നമ്മുടെ എല്ലാവരുടെയും ലീഡറാണ് രാജീവ് സാർ. രാജീവ് സാറിനെ അടുത്ത സെഷൻ കൈകാര്യം ചെയ്യുന്നതിന് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. വെൽക്കം സാർ. ഗുഡ് മോർണിംഗ്. ഞാൻ ഓഡിബിൾ അല്ലേ? കേൾക്കാമല്ലോ? ഓക്കെ. സ്ക്രീൻ കാണാമല്ലോ? ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഏതായാലും നമ്മുടെ ലോകം മുഴുവനും ഇപ്പോ വലിയൊരു സന്തോഷത്തിലാണ്. കാരണം എല്ലാ ഭാഗങ്ങളിലും പതുക്കെ ബിസിനസ്സുകളും യാത്രകളും ഒക്കെ പുനരാരംഭിച്ചിരിക്കുന്നു. എല്ലാവരും തിരിച്ചുള്ള ഒരു വരവാണ്. ഒപ്പം തന്നെ എല്ലാവർക്കും സന്തോഷമുള്ള മറ്റൊരു കാര്യമുള്ളത്, വീടുകളില് ഒറ്റപ്പെട്ടു പോയ ആളുകളുമായിട്ട് സംസാരിക്കാനായിട്ട്, ഫേസ് ടു ഫേസ് സംസാരിക്കാനായിട്ട് എല്ലാവരുടെയും വീടുകളിൽ ബ്രോഡ്ബാൻഡ് കണക്ഷനുകൾ വന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ അവസ്ഥ. ഇന്നുവരെ നമ്മൾ ഉപയോഗിച്ചിരുന്നത് വെറും മൊബൈലാണ്. ആ മൊബൈൽ വെച്ചുകൊണ്ട് നമുക്കറിയാം, മൊബൈലില് നല്ല ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലെങ്കിൽ, അതായത് ദാറ്റ് മീൻസ് നമ്മളൊരു ഹൈവേയുടെ അടുത്തോ അല്ലെങ്കിൽ ടവറിന്റെ അടുത്തോ അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന സൂം കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ സൂമിലേക്ക് എല്ലാവർക്കും വരാനായിട്ട് സാധിക്കാത്തത്. കൂടുതലും സാധാരണക്കാരായിട്ടുള്ള പല ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർക്ക് ബ്രോഡ്ബാൻഡ് എന്താണെന്ന് പോലും പലർക്കും അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ബ്രോഡ്ബാൻഡ് അവരുടെ ഏരിയയിലേക്ക് എത്തിയിട്ടില്ല എന്നൊക്കെയാണ് പലരും സംസാരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ നമുക്ക് എല്ലാവർക്കും അത്യാവശ്യം വേണ്ട, അതായത് ജീവിക്കാനായിട്ട് അത്യാവശ്യം വേണ്ട, ഇപ്പൊ മൊബൈൽ ഫോൺ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് ഇതില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു സാധനം വരാൻ പോവുകയാണ്. അതിന്റെ പേരാണ് ബ്രോഡ്ബാൻഡ് കണക്ഷൻ. ഈ ബ്രോഡ്ബാൻഡ് കണക്ഷൻ ഞാനും നിങ്ങളും ഒക്കെ നിർബന്ധമായിട്ടും എടുത്തിരിക്കേണ്ട ഒന്നാണ്. ഈ ബ്രോഡ്ബാൻഡ് കണക്ഷൻ ഉണ്ടെങ്കിലാണ് സൂം മാക്സിമം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഏതായാലും മിക്കവാറും എല്ലാവരും തന്നെ ആ ഒരു മേഖലയിലേക്ക് വന്നു. സോ വെൽക്കം ബാക്ക് ടു മൈ ഹോം മൈ ഷോപ്പ് ചാപ്റ്റർ 23. ഇറ്റ്സ് എ ഗിഫ്റ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ക്രിസ്മസിന് കൊടുക്കാൻ പറ്റിയ ഗിഫ്റ്റ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ വുഡ് ലൈക്ക് ടു കൺഗ്രാജുലേറ്റ് അഗെയിൻ നമ്മുടെ സഫീർ. അദ്ദേഹത്തിന്റെ ഇതിനകത്ത് പങ്കെടുക്കുന്ന 13 ആളുകളുടെ പേര് അദ്ദേഹം ഓൾറെഡി എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. 7/12/2020 പങ്കെടുക്കുന്നത്. കൺഗ്രാജുലേഷൻ സഫീർ ആൻഡ് ടീം. അടുത്തായിട്ട് ജേക്കബ് സാമുവൽ. കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ആഴ്ച കാണിക്കേണ്ടതായിരുന്നു, പക്ഷെ നമുക്ക് അത് ഒരു ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ് സംഭവിച്ചു. സോറി ഫോർ ദ ഡിലേ. ജേക്കബ് സാമുവൽ തുമ്പമണ്ണിൽ നിന്നുള്ള ആളാണ്. 3rd IOC, അദ്ദേഹത്തിന്റെ 3ാമത്തെ IOC കൂടി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. മാസ്ക് വെക്കാത്ത ആളാണ് ഈ ജേക്കബ് സാമുവൽ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ്. 3 IOC എടുത്തു കഴിഞ്ഞു. ഇനി അദ്ദേഹം ഫോക്കസ് ചെയ്യാൻ പോകുന്നതും ഇനി വാൾ ഓഫ് ഓണറിലേക്കാണ്. കാരണം എവ്രി മന്ത് ഫസ്റ്റ് എന്ന് പറയുന്ന, അതായത് എല്ലാ മാസവും 1-ാം തീയതി ഉണ്ടെങ്കിൽ ആ 1-ാം തീയതി 3500 PV അടിച്ച് വാൾ ഓഫ് ഓണർ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു പ്ലാനിലേക്കാണ് ഇനി ഈ 3 IOC എടുത്ത ആളുകൾ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ജേക്കബ് സാമുവലും ആ ഒരു മേഖലയിലേക്ക് പോകുമെന്നാണ് വിചാരിക്കുന്നത്. എല്ലാവിധ അഭിനന്ദനങ്ങളും അദ്ദേഹത്തിന് നേരുകയാണ്. കൺഗ്രാജുലേഷൻസ് ജേക്കബ് സാമുവൽ. ഇതിനടുത്ത് 2nd IOC അച്ചീവർ ആണ്, എറണാകുളംകാരിയാണ്. എന്റെ വീടിനടുത്തുള്ള ഒരാളാണ്. ഞങ്ങള് ഈ കഴിഞ്ഞ ദിവസമാണ് പരിചയപ്പെടാനായിട്ട് ഇടയായത്. പരിചയപ്പെട്ടു വന്നപ്പോഴാണ് എന്റെ ഫ്രണ്ടിന്റെ സഹോദരിയാണ് എന്നുള്ള ഒരു സത്യം ഞാൻ തിരിച്ചറിയുന്നത്. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ കാണുന്നു. അപ്പൊ ഏതായാലും വളരെ സന്തോഷം. 2nd IOC അച്ചീവർ ആണ്, എറണാകുളത്തുകാരിയാണ്. എറണാകുളത്താണ്. അദ്ദേഹത്തിന് ഒരു ചെറിയൊരു ബ്യൂട്ടി പാർലർ ഉണ്ട്. കൂടാതെ ഒരു കോഫി ഷോപ്പും കൂടി അദ്ദേഹം ഓപ്പൺ ചെയ്യുകയാണ്. DXന്റെ കോഫി ഷോപ്പും കൂടി തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സോ കൺഗ്രാജുലേഷൻസ് മരിയ ബാബു. മരിയ ബാബുവിന് എല്ലാ അഭിനന്ദനങ്ങളും ഞങ്ങൾ നേരുകയാണ്. കൺഗ്രാജുലേഷൻസ്. DXN പാലയിൽ നിന്നുള്ള കൃഷ്ണകുമാറാണ്. 2nd IOC അച്ചീവർ ആയിരിക്കുകയാണ്. ഫസ്റ്റ് IOC എടുത്തു കഴിഞ്ഞു. അദ്ദേഹത്തിന് അത് ബിസിനസ് ആയി കഴിഞ്ഞു. 2nd IOCയിലേക്ക് വന്നിരിക്കുകയാണ്.
അടുത്ത തേർഡ് IOC-യിലേക്കുള്ള ശ്രമത്തിലാണ്. തേർഡ് IOC കഴിഞ്ഞതിന് ശേഷം വേണം എല്ലാ മാസവും 1-ാം തീയതി എന്ന് പറയുന്ന ഒരു ദിവസം ഉണ്ടെങ്കിൽ വാൾ ഓഫ് ഓണർ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്ലാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും സെക്കൻഡ് IOC അച്ചീവ് ചെയ്ത പാലായിൽ നിന്ന് വരുന്ന കൃഷ്ണകുമാറിന് നമ്മുടെ ടീമിന്റെ എല്ലാവരുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളെ രേഖപ്പെടുത്തുക. അടുത്തത് ജാൻസി സാബു, അദ്ദേഹത്തിന്റെ തേർഡ് IOC കൂടി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. മുഖത്ത് കാണാം ആ സന്തോഷം, വളരെ ഹാപ്പിയാണ്. നമുക്ക് ഒരുപാട് ഇത് DXN പാലയിൽ നിന്നുള്ളതാണ്. അപ്പൊ പാലയില് വീണ്ടും ഒരു ഭൂകമ്പം ഉണ്ടാകാൻ പോവാണ്. ഭൂകമ്പം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് DXN IOC ഭൂകമ്പം. അപ്പൊ ഏതായാലും അടുത്തത് ഈ തന്റെ ടീമിലേക്ക് ഒരുപാട് പേര് IOC-യിലേക്ക് ആള് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ഇനി ജാൻസിക്ക് വളരെ ഫ്രീ ആയിട്ട് വാൾ ഓഫ് ഓണറിലേക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പൊ ഏതായാലും ജാൻസി IOC-യിലേക്ക് 3 IOC എടുത്ത് എല്ലാവർക്കും ഒരു മാതൃകയായതിനെ ഞങ്ങള് പ്രത്യേകം പ്രശംസിക്കുകയാണ്. ഒപ്പം അഭിനന്ദനങ്ങൾ നേരുക. പാലയിൽ നിന്ന് ശ്രീജ PS സെക്കൻഡ് IOC അച്ചീവർ ആയിരിക്കുകയാണ്. ഞങ്ങള് ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദിക്കുകയാണ്. ഒപ്പം തന്നെ അദ്ദേഹം തന്റെ ടീമിലേക്ക് പുതിയതായിട്ട് IOC ഓപ്പൺ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളെ പുതിയതായിട്ട് കൊണ്ടുവരിക. ഒപ്പം തന്നെ വാൾ ഓഫ് ഓണറിലേക്ക് എത്രയും പെട്ടെന്ന് എത്താനായിട്ടുള്ള ഒരു പ്രയത്നവും കൂടി നടത്തുമെന്ന് വിചാരിക്കുകയാണ്. ഏതായാലും സെക്കൻഡ് IOC അച്ചീവർ ആകണമെങ്കിൽ ഫസ്റ്റ് IOC നമുക്കറിയാം അത് വിൽപ്പന നടന്നിട്ടുണ്ടാകണം. അതിനുശേഷമാണ് നമ്മൾ സെക്കൻഡ് IOC-യിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. അപ്പൊ ഏതായാലും സെക്കൻഡ് IOC അച്ചീവർ ആയിട്ടുള്ള ശ്രീജയെ പ്രത്യേകം ഞങ്ങൾ അഭിനന്ദിക്കുന്നു. ഓക്കെ, ദിവ്യ ജോർജ് പാലയിൽ നിന്നുള്ള ആളാണ്. ഫസ്റ്റ് IOC അച്ചീവർ ആണ്. കാരണം ഒരുപാട് മിക്കവാറും ആളുകൾ ഈ മീറ്റിംഗിൽ കയറിയതിനു ശേഷമാണ് ചില ആൾക്കാർ എന്നാ പിന്നെ ഒരു IOC എടുത്ത് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുള്ള കാര്യം. അങ്ങനെ അത്യാവശ്യം കുറച്ച് പ്രൊഡക്റ്റുകളെല്ലാം എടുത്തു വെച്ച് പതുക്കെ ബിസിനസ് ആരംഭിക്കാം എന്ന് ഒരു ധൈര്യം കിട്ടിയതിനു ശേഷം IOC അച്ചീവർ ആയിട്ടുള്ള ആളാണ് ദിവ്യ ജോർജ്. ദിവ്യ ജോർജിന്റെ ഫസ്റ്റ് IOC ആണ്. ഏതായാലും ഇത് നിങ്ങൾക്ക് അടുത്ത ഒരു 10-12 ദിവസം കൊണ്ട് ഇത് മുഴുവനും നിങ്ങൾക്ക് വിറ്റ് തീരാനും സെക്കൻഡ് IOC-യിലേക്ക് നിങ്ങൾക്ക് ജമ്പ് ചെയ്യാനും അതും പെട്ടെന്ന് വിറ്റ് തീരാനും ഉടനെ തന്നെ നിങ്ങൾക്ക് തേർഡിലേക്ക് കയറാനും ഒപ്പം ഈ തേർഡ് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വാൾ ഓഫ് ഓണറിലേക്ക് പോകാന്നുള്ളതാണ്. അപ്പൊ ഏതായാലും നിങ്ങൾ ടീമിലുള്ള പുതിയ ആളുകളെയും IOC-യിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. കൺഗ്രാറ്റുലേഷൻസ്. അടുത്തതായിട്ട് DXN പാല സ്റ്റോക്കിസ്റ്റ് രാധാദേവിയാണ്. തേർഡ് IOC അച്ചീവർ ആയിരിക്കുകയാണ്. മൂന്നാമത്തെ IOC-യും ഇവരെ സ്റ്റോക്കിസ്റ്റ് ആണ്. പാല സ്റ്റോക്കിസ്റ്റ് ആണ് രാധ ചേച്ചി. തേർഡ് IOC അച്ചീവർ ആയിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ് ചേച്ചി. ചേച്ചിയുടെ ഗ്രൂപ്പിലെ ഒരുപാട് പേർക്ക് IOC എടുക്കാനായിട്ട് സാധിക്കട്ടെ. നിങ്ങൾ അടുത്തത് വാൾ ഓഫ് ഓണർ അച്ചീവറും കൂടിയാണ്, അതെനിക്കറിയാം. അപ്പൊ വാൾ ഓഫ് ഓണർ എന്ന് പറയുന്നത് ഇനി അടുത്ത നിങ്ങളുടെ ഫോക്കസ് IOC അച്ചീവ്മെന്റ് നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ആളുകളെ IOC-യിലേക്ക് സിംഗിൾ IOC, തേർഡ് IOC അങ്ങനെ എടുത്ത് അവരെ എല്ലാവരെയും നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നല്ല സപ്പോർട്ടാണ് ഞങ്ങൾക്ക് പാലാ സ്റ്റോക്കിസ്റ്റിൽ നിന്ന് കിട്ടുന്നത്, രാജ ചേച്ചിയിൽ നിന്ന് കിട്ടുന്നത്. ഞങ്ങൾ എല്ലാവിധ അഭിനന്ദനങ്ങളും ചേച്ചി അറിയിക്കുകയാണ്. അടുത്തതായിട്ട് DXN പാല വിജയരാജുവിന്റെ സെക്കൻഡ് IOC അച്ചീവർ ആയിരിക്കാണ്. കുറച്ചു നാൾ മുമ്പ് ഞാൻ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് IOC ഫോട്ടോ കാണിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ സെക്കൻഡ് IOC-യിലേക്ക് അദ്ദേഹം കടന്നിരിക്കുകയാണ്. സോ അദ്ദേഹത്തിന് ഒരു തേർഡ് IOC-യിലേക്ക് എത്രയും പെട്ടെന്ന് വരാൻ സാധിക്കട്ടെ. അതിനുശേഷം തന്റെ തേർഡ് IOC-യുടെ ഗ്രൂപ്പിലായിട്ട് ഒരുപാട് ആളുകളെ, നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട ആളുകളെയൊക്കെ IOC ആക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളെ താങ്കൾക്ക് രേഖപ്പെടുത്തുകയാണ്. മിസ്റ്റർ മഹിപാൽ, എറണാകുളം ഫസ്റ്റ് IOC. ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ് മിസ്റ്റർ മഹിപാൽ. മഹിപാല് അദ്ദേഹത്തിന്റെ ആദ്യത്തെ IOC ഓപ്പൺ ചെയ്തത് വളരെ സന്തോഷത്തോടെ നമുക്ക് ആഘോഷിക്കാം. താങ്കളുടെ സെക്കൻഡ് IOC-യും തേർഡ് IOC-യും താങ്കൾക്ക് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. അങ്ങനെ മിസ്റ്റർ മഹിപാലിന് ഒരു നല്ല വരുമാനത്തിലേക്ക് DXN മൈ ഹോം മൈ ഷോപ്പിലൂടെ എത്താനായിട്ട് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ഒപ്പം അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഇത് സെക്കൻഡ് IOC അച്ചീവർ ആണ് ഗ്രേസി ടീച്ചർ. ഞാൻ കണ്ണൂരിൽ നിന്നുള്ള ഗ്രേസി ടീച്ചർ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തിയാണ്. പുതിയ ആൾക്കാർക്ക് വേണ്ടി ഒന്നുകൂടി പരിചയപ്പെടുത്തുകയാണ്. റിട്ടയർഡ് അധ്യാപികയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആള് പഠിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. മാസ്റ്റേഴ്സ് മീറ്റിൽ പങ്കെടുത്ത ഒരു അന്തർദേശീയ താരമാണ്. അതായത് സ്പോർട്സ് പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുത്തുള്ള ഒരാളാണ്. 2 ഇന്റർനാഷണൽ മീറ്റിൽ പങ്കെടുക്കുകയും മെഡൽ കരസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട്.
അത് മലേഷ്യയിലും ചൈനയിലും ആണ് അത് നടന്നത്. സ്പെയിനിൽ വെച്ച് നടന്ന വേൾഡ് മാസ്റ്റേഴ്സ് മീറ്റിലും പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ നിസ്സാരക്കാരിയല്ല. നമ്മുടെ DXL വരുന്നതിന് മുമ്പ് തന്നെ വേൾഡ് ടൂർ നടത്തിയിട്ടുള്ള ആളാണ്. ടീച്ചർക്ക് ഹൃദയം നിറഞ്ഞ ഗ്രേസ് ടീച്ചർക്ക് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് കണ്ണൂർ വടക്കൻ ജില്ലയാണ്. വടക്കൻ ജില്ലയിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ സൂം മീറ്റിങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കാര്യമായൊരു സപ്പോർട്ട് നമുക്ക് അങ്ങോട്ട് കൊടുക്കാൻ സാധിക്കുന്നില്ല, ഓൺലി ത്രൂ മീറ്റിംഗ്. സോ എന്നാലും ടീച്ചർ ഇത് വളരെ കാര്യമായിട്ട് ഇതിനെ പ്രൊമോട്ട് ചെയ്യാനും ഈ പ്രൊഡക്റ്റുകൾ മറ്റുള്ളവരിലേക്ക് എത്താൻ ശ്രമിക്കുന്നതിനെ ഓർത്ത് പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ്. എല്ലാവിധ അഭിനന്ദനങ്ങളും. ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ് മിസ്സിസ് ഗിരിജ. ആലപ്പുഴയിൽ നിന്നുള്ള ഗിരിജയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ്. അവരുടെ എത്രാമത്തെ IOC ആണെന്ന് എനിക്ക് പിടുത്തം കിട്ടിയിട്ടില്ല. ഏതായാലും എനിക്ക് തോന്നുന്നു ഫസ്റ്റോ സെക്കൻഡോ IOC ആയിരിക്കാനാണ് സാധ്യത. ഏതായാലും IOC ഓപ്പൺ ചെയ്തു. ചായയും പേസ്റ്റും മസാജ് ഓയിലൊക്കെ ഒരുപാട് വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവരുടെ ഫോക്കസ് അത്തരം മേഖലകളിലാണ്. എളുപ്പം പോകാൻ ചാൻസസ് ഉള്ള പ്രൊഡക്റ്റുകളാണ് കൂടുതലും എടുത്തിട്ടുള്ളത്. വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. മാത്രമല്ല എനിക്ക് തോന്നുന്നു കുറച്ച് റിസൾട്ടുകൾ ഇത്തരം പ്രൊഡക്റ്റുകളിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്തരം പ്രൊഡക്റ്റുകൾ കൂടുതലായിരിക്കും ആളുകൾ വാങ്ങിക്കുന്നത്. അപ്പൊ ഏതായാലും ഗിരിജയ്ക്ക് അഭിനന്ദനങ്ങൾ പ്രത്യേകമായിട്ട് ടീമിന്റെ പേരിൽ എല്ലാവരുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ അഭിനന്ദനം രേഖപ്പെടുത്തുക. ഓക്കെ, നമ്മള് ഈ ഒരു പ്രത്യേകമായ ഒരു കാര്യം ഞാൻ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഈ ഫോട്ടോ അയച്ചു തരുമ്പോൾ നിങ്ങൾ കുറച്ച് നേരത്തെ അയച്ചു തന്നാലേ എനിക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഒരു ഹാഫ് ആൻ അവർ ബിഫോർ ഒക്കെ അയച്ചു തന്നു കഴിഞ്ഞാൽ എനിക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താനേ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഫോട്ടോയും മറ്റു കാര്യങ്ങളൊക്കെ അയക്കുന്നുണ്ടെങ്കിൽ പരമാവധി തലേദിവസം അയച്ചു തരാൻ പറ്റിയ വളരെ നല്ലത്. നമ്മൾ ഒരു കാര്യം നമ്മുടെ മീറ്റിംഗിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം, റൈറ്റ് ഡൗൺ യുവർ നിങ്ങളുടെ ടീമിൽ ജോയിൻ ചെയ്തിട്ടുള്ള നിങ്ങളുടെ ബിസിനസ് പാർട്ട്നേഴ്സിന്റെ പേര് എഴുതുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാ ദിവസവും. അത് ഞാൻ എല്ലാവരോടുമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അത് നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത്. പ്രയർ, അതായത് നമ്മുടെ ഒന്നാമത്തെ ഒരു കാര്യം പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. അതായത് നമുക്കുള്ള നല്ല കാര്യങ്ങൾ ഓർത്ത് നന്ദി പറയാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും പരാതി പറയാനാണ് എനിക്കും നിങ്ങൾക്കൊക്കെ ഇഷ്ടം. നിങ്ങൾക്ക് ചിലപ്പോൾ പരാതി പറയുന്ന ഇഷ്ടമായിരിക്കില്ല, പക്ഷെ എന്റെ ഒരു സ്വഭാവം അതാണ്. പരാതിയാണ് പറയുന്നതാണ് നമുക്കിഷ്ടം, പരാതി പറയാനാണ് നമുക്കിഷ്ടം. എനിക്കത് കിട്ടിയില്ല, എന്നെ അയാൾ നോക്കിയില്ല, എന്നെ നോക്കി അയാൾ ചിരിച്ചില്ല, എന്നെ അയാള് കണ്ട ഭാവം നടിച്ചില്ല, ഇങ്ങനെയൊക്കെ പറയുന്ന കുറെ പരാതികളാണ് എനിക്ക് നിങ്ങൾക്കൊക്കെ കൂടുതലും പറയാനുണ്ടാകുന്നത്. അപ്പൊ നമ്മുടെ എനിക്കതില്ല, എനിക്കിതില്ല എന്നൊക്കെ പറയുന്ന ഒരു പരാതികളുണ്ടല്ലോ, അങ്ങനത്തെ പരാതികൾ അതെല്ലാം വിട്ടിട്ട് നമുക്ക് എന്തുണ്ട് എന്നുള്ളതിൽ ഫോക്കസ് ചെയ്യാനാണ് എല്ലാ മഹാന്മാരും വിജയിച്ചവരും നമ്മളോട് പറഞ്ഞു തരുന്നത്. നമുക്കും അത് ഫോളോ ചെയ്യാനായിട്ട് ആഗ്രഹിക്കാം. കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ മുഴുവനും നമുക്ക് കൗണ്ട് ചെയ്യാം. ഇന്ന് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ദൈവം തന്ന 5 നന്മകൾ എഴുതുക. ദെൻ ഇന്റൻഷൻ, അതായത് എന്റെ ഉദ്ദേശം എന്താണ്? ഞാൻ ഒരാളെ നോക്കി ചിരിച്ചാൽ അതിന്റെ ഉദ്ദേശം എന്താണ്? അതിന്റെ പിന്നിൽ എന്താണ്? ഞാൻ ഒരാളോട് ഇങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താണ്? അങ്ങനെ നമ്മുടെ ഓരോ വർത്തമാനങ്ങളുടെ ഓരോ പ്രവൃത്തിയുടെയും ഇന്റൻഷൻ, അതിലെ ശുദ്ധിയാണ് നമ്മളെ വിജയിപ്പിക്കുന്നതും ഉയർത്തുന്നതും വളർത്തുന്നതും ഒക്കെ. അപ്പൊ ആ ശുദ്ധി എപ്പോഴും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ എപ്പോഴും പരിശോധിക്കണം എന്നാണ് മഹാന്മാര് നമുക്ക് പറഞ്ഞു തരുന്നത്. പവർ ഓഫ് ഫർഗീവ്നെസ്, അതായത് ക്ഷമിക്കാനുള്ള ഒരു കഴിവ്. ഈ ക്ഷമിക്കാൻ, അതായത് ആദ്യം നമ്മളോട് ക്ഷമിക്കണം. എന്നോട് തന്നെ ഞാൻ ക്ഷമിക്കണം. എന്നോട് തന്നെ ഞാൻ ക്ഷമിച്ചു കഴിയുമ്പോഴാണ് എനിക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറ്റും. അങ്ങനെ മറ്റുള്ളവരോട് ഞാൻ ക്ഷമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വലിയ വലിയ അസുഖങ്ങളൊക്കെ മാറാൻ തുടങ്ങും. അപ്പം ക്ഷമ എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു പവർ ഓഫ് ഫർഗീവ്നെസ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കാം. നമ്മൾ വേറൊരു കാര്യം പറഞ്ഞത് ഫെയിലിയർ, അതായത് ഒബ്സ്റ്റക്കിൾസ് ഗിവ് സ്ട്രെങ്ത്. അതായത് തടസ്സങ്ങളാണ് നമുക്ക് ഒരാൾക്ക് സ്ട്രെങ്ത് തരുന്നത്. അപ്പൊ എനിക്ക് നിങ്ങൾക്കൊക്കെ തടസ്സങ്ങൾ വരുമ്പോൾ ആ തടസ്സങ്ങളെ ഓവർകം ചെയ്യാനായിട്ടുള്ള ഒരു പവറാണ് എന്നെയും നിങ്ങളെയും ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നത്. ഒരു തടസ്സങ്ങളും വന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ മന്ദബുദ്ധിയായി പോകുന്നതാണ്. അങ്ങനെ നമ്മൾ ഒരിക്കലും മന്ദബുദ്ധി ആകാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ചലഞ്ചസ് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമ്മൾ പറയാറില്ലേ, നമ്മളൊരു കപ്പൽ ഓടിക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു ക്യാപ്റ്റനെ തയ്യാറാക്കുന്നത് ആ കടലിലെ അശാന്തമായ ഒരു സാഹചര്യമാണ്. ഒരു പ്ലെയിനിനെ നല്ലൊരു ഒരു പൈലറ്റ് ആക്കുന്നത്, ഒരു പ്ലെയിനിലുള്ള വ്യക്തിയെ നല്ലൊരു പൈലറ്റ് ആക്കുന്നത് ആ പ്ലെയിൻ
വളരെ ടർബുലൻസ് ഉള്ള സമയങ്ങളിലും കാലാവസ്ഥ വളരെ മോശമായ സ്ഥലങ്ങളിലും ഒക്കെ കൂടി യാത്ര ചെയ്യുമ്പോഴാണ് ഒരു നല്ല പൈലറ്റ് രൂപപ്പെടുന്നത്. നല്ലൊരു DXM-കാരൻ നല്ലൊരു നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യുന്നപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ ഒരുപാട് പ്രോബ്ലത്തെ ഫേസ് ചെയ്യുമ്പോഴാണ്, അയാൾ ഒരുപാട് ചലഞ്ചസ്, അത് വെല്ലുവിളികൾ നേരിടുമ്പോഴാണ്. അപ്പോൾ ആ വെല്ലുവിളികൾ നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകും. ആ വെല്ലുവിളികളെ നമുക്ക് നേരിടാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയൊരു വീഡിയോ ഉണ്ട്. മിക്കവാറും ആളുകള് ഈ ഫോട്ടോ കാണിച്ചു കഴിയുമ്പോഴേക്കും എല്ലാവരും വിട്ടുകളയും. അതാണ് പൊതുവെയുള്ള പരിപാടി. അപ്പൊ എന്റെ ഫോട്ടോ കാണാൻ ഞാൻ എന്റെ ഫാമിലി മെമ്പേഴ്സ് ഇരിക്കും. എന്റെ ഫോട്ടോ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആരുടെ ഫോട്ടോ എനിക്ക് കാണാന്ന് പറഞ്ഞ് പോയി കളയും. മിക്കവാറും 1-2 പേരുടെയൊക്കെ അനുഭവങ്ങൾ എനിക്ക് അറിയാനായിട്ട് സാധിച്ചു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പോകരുത്. നിങ്ങൾ അതിന്റെ അവസാനം വരെ ഇരിക്കണം. ഈ മീറ്റിംഗ് ഫുള്ളായിട്ട് നമ്മൾ കേൾക്കണം. പിന്നെ നെറ്റ് പ്രശ്നം കൊണ്ട് ഔട്ടായി പോകുന്ന ആളുകളുണ്ട്, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ബ്രോഡ്ബാൻഡ് കണക്ഷനിലേക്ക് എത്രയും പെട്ടെന്ന് മാറാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. IOC ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ ആൾക്കാർ ഈ പ്രൊഡക്റ്റ് കൊണ്ട് എന്ത് ചെയ്യണമെന്നുള്ളതാണ് എല്ലാവരുടെയും ചോദ്യം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ, ഒരു കോഫി ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളുടെ ഒരു സുഹൃത്തിനെ കൊണ്ട് ഒരു കോഫി ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, അയാൾക്കൊരു ബേക്കറി ഉണ്ടെങ്കിൽ, അയാൾക്കൊരു കടയുണ്ടെങ്കിൽ, ആ കടയിൽ ഒരു കോഫി ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ അവസരം ഉണ്ടെങ്കിൽ ഒരു കോഫി ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളുടെ പ്രൊഡക്റ്റ് കൊണ്ട് വെക്കുക, കോഫി അടിച്ചു കൊടുക്കുക, അവിടെ ബോർഡ് വെക്കുക. ഇന്റർനാഷണൽ കോഫി ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ബന്ധപ്പെടാനായിട്ടുള്ള നമ്പർ നിങ്ങൾ അടിയിൽ നമ്പർ എഴുതി കൊടുക്കുക. അപ്പൊ കോഫി ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ 22,500 രൂപ മുടക്കി കോഫി ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സ്, നെയ്ബേഴ്സ് ആരെങ്കിലും ബേക്കറിയോ അല്ലെങ്കിൽ കോഫി ഷോപ്സ് നടത്തുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ പ്രൊഡക്റ്റ് വെക്കാനായിട്ടുള്ള ഒരു അവസരം നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾ എടുക്കുന്ന പ്രൊഡക്റ്റുകളെല്ലാം കോഫി, ടീ അങ്ങനെയുള്ള ഐറ്റംസ് ആയിരിക്കണമെന്ന് മാത്രം. ദെൻ 3 IOC എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരോട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എൻ്റെ ഒരു എളിയ അഭ്യർത്ഥന. ദെൻ ഇനോഗ്രേഷൻ ചെയ്യുക. അതായത് നിങ്ങൾ എല്ലാവരും ഒരു ഇനോഗ്രേഷൻ നടത്തണം. നമുക്കറിയാം എല്ലാ ആൾക്കാരും ഒരു കാര്യം ചെയ്യാറുണ്ട്. അവര് ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ വീടിനടുത്ത് ഒരു തുണിക്കട തുടങ്ങിയപ്പോ ആ തുണിക്കട അതിന് നോട്ടീസ് അടിച്ചു. ഈ തുണിക്കട ഇവിടെ തുടങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ തന്നെ ബാനർ അടിച്ചു. പിന്നെ നിങ്ങളെ ബന്ധുക്കള്, സുഹൃത്തുക്കള് എല്ലാവരും വിളിക്കും. അവസാനം പഞ്ചാരി മേളം അല്ലെങ്കിൽ ഒരു ചെണ്ടമേളം അതിന് മുമ്പിൽ നടത്തും. നമ്മൾ അവിടുത്തെ ഒരു MLA കൊണ്ടോ അല്ലെങ്കിൽ XMLA കൊണ്ടോ അല്ലെങ്കിൽ ഒരു റിട്ടയർഡ് SP കൊണ്ടോ ആരെങ്കിലും കൊണ്ടോ ഒന്ന് ഉദ്ഘാടനം ചെയ്യിപ്പിക്കും. അങ്ങനെ ഇതെല്ലാം ചെയ്യുന്നതിന്റെ പിന്നിലുള്ള ആ ഇന്റൻഷൻ എന്താണ്? ആ ഇന്റൻഷൻ ഇത്രേ ഉള്ളൂ, ഉദ്ദേശം ഇത്രേ ഉള്ളൂ, 4 പേര് ഇത് അറിയണം ഞാനിങ്ങനെ ഒരു കട തുടങ്ങിയെന്ന്. മാത്രമല്ല ഞാൻ നോട്ടീസും ക്ഷണക്കത്തും കൊടുത്ത് ഞാൻ ക്ഷണിച്ചിട്ടുള്ള ആളുകളെ കടയിൽ വരുമ്പോൾ അവർ വെറും കൈയോടെ പോകില്ല, അവർ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് പോവുള്ളൂ. അന്നായിരിക്കും ഈ ഫസ്റ്റ് ഡേ ആയിരിക്കും ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്നത്. പിന്നെ അതിന് ശേഷം വലിയ അത്രയും കച്ചവടം പിന്നെ വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ നടക്കുന്നത്. അപ്പൊ ആദ്യത്തെ ആ ഇനോഗ്രേഷൻ ടൈമാണ് ഏറ്റവും നല്ല കച്ചവടം നടക്കുന്നത്. അങ്ങനെ DXന്റെ ബിസിനസ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ നടത്തിയ ഇനോഗ്രേഷൻ എന്നാണ്, ഉദ്ഘാടനം നടത്തിയോ എന്ന ചോദ്യമാണ്. അപ്പോ നമ്മൾ പറയും അത് ഈ കൊറോണ ഇരുന്ന് അതാരണം ഉദ്ഘാടനം നടത്താൻ പറ്റിയില്ല. നോ പ്രോബ്ലം, കൊറോണയിൽ നടത്താം, കൊറോണ ടൈമിൽ നടത്താൻ പറ്റിയ ഒരു ഉദ്ഘാടനമാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത്. പലരും നടത്തി വിജയിച്ചതാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങളുടെ ഫോൺ എടുക്കുക, നിങ്ങളെ മൊബൈൽ ഫോൺ എടുക്കുക. മൊബൈൽ ഫോണിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് കോണ്ടാക്ട് ഉണ്ട്. അതിൽ പല്ല് തേക്കുന്ന എത്ര പേരാണെന്ന് കണ്ടെത്തുക. അതിൽ 5 പേരെ മാത്രം തെരഞ്ഞെടുക്കുക. കുളിക്കുന്ന എത്ര പേരുണ്ടെന്ന് നോക്കാം, അതിൽ 5 പേരെ മാത്രം എടുക്കുക. ദെൻ കാപ്പിയോ ചായയോ ഉപയോഗിക്കുന്ന ഒരു 5 പേര്, ദാറ്റ് മീൻസ് ഒരു 15 മെമ്പേഴ്സ് ആയി. നിങ്ങൾക്ക് ഒരു 15 മെമ്പേഴ്സിനെ കിട്ടി. ഈ 15 മെമ്പേഴ്സിനെ ഫോൺ ചെയ്യുക. പറയേണ്ട ഡയലോഗ് ഇത്രയേ ഉള്ളൂ, ഞാൻ ഇങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണമാണ്. ഒരു സോപ്പിന്റെയും ഒരു പേസ്റ്റിന്റെയും ഒരു ചായയുടെയും ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം, പ്രാർത്ഥന വേണം, അതിന് ഇനോഗ്രേഷൻ ആണ് എന്ന് പറയുമ്പോൾ അവർ പറയും എടാ കൊണ്ടുവാ, നീ സോപ്പ് കൊണ്ടുവാ, നമുക്ക് നോക്കാം, നിന്റെ സപ്പോർട്ട് വേണമെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മുടെ നല്ല കൂട്ടുകാരാണെങ്കിൽ ആ കൂട്ടുകാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ആളുകളുടെ സപ്പോർട്ട് നമ്മൾ വാങ്ങിച്ചാൽ മാത്രമാണ് ഈ ഇനോഗ്രേഷൻ കറക്റ്റ് ആവുള്ളൂ. അങ്ങനെ എല്ലാവരും ഇനോഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ചായക്കട, ഒരു മുറുക്കാൻകട തുടങ്ങിയാൽ പോലും ഇനോഗ്രേഷൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്റർനാഷണൽ കമ്പനിയായ DXN കമ്പനിയുടെ IOC എടുത്തതിന് ശേഷം ഞാനിങ്ങനെ ഈ കമ്പനിയിൽ ഉണ്ടെന്നും ഞാനിങ്ങനെ ലൈസൻസ് എടുത്തെന്നും ഞാനിത് തുടങ്ങിയെന്നും ഒരു മനുഷ്യൻ പോലും അറിയില്ല. എന്തിന്? സ്വന്തം വീട്ടിൽ താമസിക്കുന്ന ഭർത്താവ് വേറെ എവിടെയെങ്കിലും പോയി ഒരു പേസ്റ്റ് മേടിച്ചിട്ട് വന്നാൽ പോലും ഈ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഭർത്താവ് ഈ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടാവില്ല. ചിലപ്പോൾ നമ്മുടെ അച്ഛൻ വരെ, സ്വന്തം അച്ഛൻ വരെ വേറെ ടീമിലൊക്കെ പോയി ജോയിൻ ചെയ്യും. അതിനുശേഷം ഞെട്ടി ബോധം കെട്ട് വീണ പല മെമ്പേഴ്സും നമ്മുടെ ടീമിലുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്റെ സുഹൃത്തുക്കളെ, നിങ്ങൾ ഇത് പറഞ്ഞിട്ടില്ല എങ്കിൽ നാളെ സ്വന്തം അച്ഛനെ മീറ്റിംഗിൽ വെച്ച് കണ്ട് ബോധം കെട്ട് വീഴാനായിട്ടുള്ള ഇടവരും. അതുകൊണ്ട് ഇനോഗ്രേഷൻ നടത്തുക, എല്ലാവരെയും നിങ്ങൾ ഇതിന്റെ ആളാണെന്ന് അറിയിക്കുക. ഇന്ന് എൻ്റെ ഒരു സുഹൃത്ത് ഒരു ദുഃഖ വാർത്ത എന്നോട് പറഞ്ഞു. വേറെ ഒന്നുമല്ല, നമ്മുടെ ടീമിൽ ജോയിൻ ചെയ്ത ആളാണ്, നമ്മുടെ പ്രൊഡക്റ്റ് കഴിച്ച് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ
ഭർത്താവിന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ, അതായത് നാത്തൂന്മാരായിട്ട് വരുവര്. അപ്പൊ ആ പറയുന്ന ആള് അവരുടെ മകൾക്ക് വേണ്ടിയിട്ട് 9,000 രൂപയുടെ പ്രൊഡക്റ്റ് വേറൊരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. അങ്ങനെ ഒരു സന്തോഷ വാർത്ത എന്നെ അവർ അറിയിച്ചു. എനിക്ക് സന്തോഷ വാർത്തയാണ്, കാരണം എങ്ങനെ പോയാലും നമ്മുടെ ടീമിലാണല്ലോ ഇതൊക്കെ പറഞ്ഞത്. പക്ഷെ അവർക്ക് ഇതൊരു ദുഃഖ വാർത്തയാണ്. എനിക്കതൊരു സന്തോഷ വാർത്തയായിരുന്നു. ഏതായാലും ഒരു ഇനോഗുറേഷൻ നമുക്ക് നടത്താനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് അവരെയും കൂടി നമ്മുടെ ഈ ഗ്രൂപ്പിലേക്ക് ഉൾപ്പെടുത്താമായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഒരു 5 സെക്കൻഡ് റൂൾ ഉണ്ട്. അതായത് 5 സെക്കൻഡ് റൂള് ആണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ വിജയികളാക്കിയിട്ടുള്ളത്. 5 സെക്കൻഡ് റൂൾ ഇതൊരു നിയമമാണ്. ആ നിയമം എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിക്കാം. നിങ്ങൾ ആരാണെന്ന് തീരുമാനിക്കുന്നത് 5 നിമിഷങ്ങളാണ്. വെറും 5 സെക്കൻഡുകൾ. നിങ്ങൾ യാചകനാകുമോ അതോ ശതകോടീശ്വരനാകുമോ? ലോകപ്രശസ്ത കലാകാരനാകുമോ? സ്വപ്നം കണ്ട ജീവിതം കെട്ടിപ്പടുത്തവനാകുമോ? ജോലിയിലും ജീവിതത്തിലും ആഗ്രഹിച്ചതൊക്കെ കൈപ്പിടിയിൽ ഒതുക്കുമോ അതോ തോൽവികളുടെ കണക്കെടുത്ത് അസംതൃപ്തമായ ജീവിതം ജീവിച്ചു തീർക്കുമോ എന്നെല്ലാം തീരുമാനിക്കുന്നത് വെറും 5 നിമിഷങ്ങളാണ്. എങ്ങനെയെന്നല്ലേ പറയാം. ഏതു വലിയ കാര്യങ്ങളും ആദ്യം സംഭവിക്കുന്നത് നമ്മുടെ ചിന്തയിലാണ്. പിന്നീടത് ആഗ്രഹമായും ആവേശമായും ലക്ഷ്യമായും മാറുന്നു. ഇവിടെ വരെ എല്ലാവരുടെയും പാത ഒരുപോലെയായിരിക്കും. ഇനിയാണ് വിജയത്തിലേക്കുള്ള അടുത്ത പടി, ലക്ഷ്യം സാക്ഷാത്കരിക്കാനുള്ള നിരന്തര പരിശ്രമം. ഇവിടെയാണ് നമ്മളിൽ പലർക്കും കാലിടറുന്നത്. മികച്ച സ്വപ്നങ്ങൾ നമുക്കുണ്ടാകും, അത് സാക്ഷാത്കരിക്കാനുള്ള അദമ്യമായ ആഗ്രഹവും ഉണ്ടാകും. എന്തിന് അവ സംഭവിക്കുന്നതായി സ്വപ്നം പോലും കണ്ടുകളയും. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും ആഗ്രഹത്തിന് വേണ്ടി നിരന്തരം പരിശ്രമിക്കാൻ എന്തോ ഒരു കുറവുള്ള പോലെ, ഒരു പ്രചോദനക്കുറവ്. അങ്ങനെ അതിനുവേണ്ടി നാം ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നീടത്തേക്ക് മാറ്റിവെച്ചുകൊണ്ടേയിരിക്കും. വിജയശ്രീലാളിതരെന്ന് നാം വിശേഷിപ്പിക്കുന്നവർ ഇത്തരത്തിൽ ചെയ്യേണ്ട ജോലി നീട്ടിവെക്കാത്തവരായിരിക്കും, അല്ലെങ്കിൽ ന്യായീകരണം കണ്ടെത്താൻ മടിയുള്ളവരായിരിക്കും. ചിട്ടയോടെ ചെയ്താൽ എന്തും സാധ്യമാകുമെന്ന് അവർ പറയുമ്പോൾ ചിട്ടയില്ലായ്മ ഓർത്ത് നമുക്ക് നമ്മളോട് തന്നെ പുച്ഛം വരും. പൊണ്ണത്തടിയും കുടവയറും കുറച്ച് ആകർഷകമായ ശരീരമാക്കി മാറ്റാൻ നാം ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാകും. എന്നാൽ അതിനുവേണ്ടി നാളെ മുതൽ തന്നെ വ്യായാമം ചെയ്യുമെന്ന് ഉറപ്പിച്ചാലും അടുത്ത ദിവസമാകുമ്പോൾ എന്തെങ്കിലും കാരണത്താൽ അത് ചെയ്യാതെയാകും. അങ്ങനെ അത് നീണ്ടുപോവുകയും ചെയ്യും. ഇങ്ങനെ പഠനത്തിന്റെ കാര്യത്തിലും ജോലിയുടെ കാര്യത്തിലും തുടങ്ങി ഏതു കാര്യത്തിലും ഇതായിരിക്കും അവസ്ഥ. അങ്ങനെ താൻ ആഗ്രഹിച്ചത് ചെയ്യാതാകുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ബഹുമാനക്കുറവ് തോന്നും. പുതിയ ശീലം ആരംഭിക്കാൻ എന്തോ ഒരു പ്രചോദനക്കുറവുള്ളതായി നമ്മൾ സുഹൃത്തുക്കളോട് പരാതി പറയും. ഇത് നിങ്ങളുടെ തെറ്റല്ല. നമ്മുടെ തലച്ചോർ നമ്മെ സുഖകരമായ അവസ്ഥയിൽ നിലനിൽക്കാൻ സഹായിക്കുന്ന തരത്തിൽ രൂപപ്പെട്ടതാണ്. ഒരു തരത്തിലുള്ള വെല്ലുവിളികൾക്കും അപകടങ്ങളിലേക്കും പോകാൻ തലച്ചോറ് നമ്മെ അനുവദിക്കില്ല. നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം ചെയ്യാനോ, നിങ്ങളുടെ സുഖത്തിന് കോട്ടം തട്ടുന്ന എന്തെങ്കിലും ചെയ്യാനോ, അനിശ്ചിതത്വമുള്ളതോ ബുദ്ധിമുട്ടേറിയതോ ആയ കാര്യം ചെയ്യാനോ തലച്ചോറ് അനുവദിക്കില്ല. നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി പുതുതായി ആരംഭിക്കുന്ന ശ്രമങ്ങൾ ബുദ്ധിമുട്ടേറിയതായിരിക്കും. സുഖമായ ആലസ്യത്തിൽ നിന്ന് നിങ്ങളെ പിടിച്ചെണീപ്പിക്കുന്നതായിരിക്കും. വിജയിക്കുമോ എന്ന് പോലും ഉറപ്പില്ലാത്തതായിരിക്കും. നിങ്ങൾ അവ ചെയ്യണമെന്ന ഉറച്ച തീരുമാനമെടുക്കുമ്പോഴും എന്ത് വില കൊടുത്തും നിങ്ങളെ സുഖകരമല്ലാത്ത അവസ്ഥയിൽ നിന്നും തിരികെ സമാധാനത്തിലേക്ക് കൊണ്ടുവരാൻ തലച്ചോർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. 5 സെക്കൻഡുകളുടെ പ്രാധാന്യം ഇവിടെയാണ്. നാളെ രാവിലെ അലാറം അടിക്കുമ്പോൾ നിങ്ങൾ എണ്ണിത്തുടങ്ങുക. 1 2 3 4 5. നിങ്ങൾ ഒരു മിസൈൽ വിക്ഷേപിക്കുകയാണ് എന്ന് കരുതുക. അടുത്ത 5 സെക്കൻഡുകൾക്കുള്ളിൽ മിസൈൽ കുതിച്ചുയരും. 5 സെക്കൻഡുകൾക്കുള്ളിൽ നിങ്ങളാകുന്ന മിസൈൽ എഴുന്നേറ്റിരിക്കണം. അടുത്ത 5 സെക്കൻഡുകൾക്കുള്ളിൽ നിങ്ങളുടെ ആശയം പ്രവൃത്തിയാക്കി മാറ്റണം. കാരണം ആദ്യത്തെ 5 സെക്കൻഡിന് നിങ്ങളെ മാറ്റി മറിക്കാനുള്ള ശക്തിയുണ്ട്. 5 സെക്കൻഡുകൾ കഴിഞ്ഞാൽ തലച്ചോർ വീണ്ടും നിങ്ങളെ പഴയ സ്വസ്ഥതയിലേക്ക് നയിക്കും. തലച്ചോർ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് മുമ്പ് 5 സെക്കൻഡുകൾക്കുള്ളിൽ ചെയ്യാനുള്ളത് എന്താണോ അത് ചെയ്തു തുടങ്ങിയിരിക്കണം. ഓരോ മനുഷ്യനും 5 സെക്കൻഡ് വീതമുള്ള ഒരു കിളിവാതിലാണ്. പുറത്ത് അനന്തമായ സാധ്യതകൾ നിങ്ങളെ കാത്തിരിക്കുന്നു. അവയിലേക്ക് പറന്നുയരാനുള്ള നിങ്ങളുടെ വഴിയാണ് 5 സെക്കൻഡ്. അത് ഉപയോഗപ്പെടുത്തുക. 20 ദിവസമെങ്കിലും ഒരു കാര്യം തുടർച്ചയായി ചെയ്യുന്നുവെങ്കിൽ അത് നമ്മുടെ ശീലമാകും. പരിശ്രമം ശീലമാകട്ടെ. അത് ആവർത്തിക്കുക. ഓരോ സമയത്തും നമുക്ക് മുന്നിൽ ഇത്തരം 5 സെക്കൻഡ് പഴുതുകളുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് 5 സെക്കൻഡുകൾ കൊണ്ട് തീരുമാനിച്ച് ആരംഭിക്കുക. കാരണം ലക്ഷ്യത്തിലേക്കുള്ള പരിശ്രമം ആരംഭിക്കുക എന്നതാണ് ഏറ്റവും വലിയ പ്രചോദനം. തീരുമാനമെടുക്കുന്നതിന് 5 സെക്കൻഡ് നിയമത്തിന്റെ ശക്തി മനസ്സിലായാൽ പിന്നെ ഒന്നിനും നിങ്ങളെ പുറകോട്ട് വലിക്കാൻ സാധിക്കില്ല. ശ്രമം ആരംഭിക്കൂ ഇപ്പോൾ തന്നെ. 5 4 3 2 1. ഓക്കെ സുഹൃത്തുക്കളെ, വളരെ സന്തോഷം. ഈ ഒരു പ്രോഗ്രാം കണ്ടിട്ട് ഇന്ന് തീരുമാനിക്കേണ്ട ഇത്രയേ ഉള്ളൂ. 1 2 3 4 5 എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ എഴുന്നേറ്റ് നമ്മൾ ഓടിക്കൊള്ളുക. ദാറ്റ് മീൻസ് നിങ്ങൾ കിടന്നു പോയ ഈ ലൈഫിൽ നമുക്കിനി ഒന്നും ചെയ്യാനില്ല. അധികം ദിവസമൊന്നുമില്ല, കുറച്ച് സമയം മാത്രമേ ഭൂമിയിലുള്ളൂ. ആ ഭൂമിയിൽ മനോഹരമായിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് നമ്മുടെ സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. വേസ്റ്റ് ആയി കളയാതെ യൂട്ടിലൈസ് ചെയ്യുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. താങ്ക് യു രാജീവ് സാർ. വളരെ ഈ നമ്മൾ കണ്ട കൊറോണ ചില്ലറക്കാരനല്ല.
കൊറോണ സമ്മാനിക്കാൻ പോകുന്നത്, പുതുതായിട്ട് സമ്മാനിക്കാൻ പോകുന്നത് ഏകദേശം 20 കോടിയോളം ദാരിദ്ര്യരെ കൂടിയാണ്. സാമ്പത്തികമായിട്ട് തകർന്ന 20 കോടി കുടുംബങ്ങൾ കൂടി ഉണ്ടാകാൻ പോകുന്നു ലോകത്ത് എന്ന് പറഞ്ഞാൽ വലിയ ഒരു നഗ്നസത്യം, ഞെട്ടിപ്പിക്കുന്ന നഗ്നസത്യം പല്ലിളിച്ച് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധിയുടെ അലകള് അടുത്ത 10 വർഷം നിൽക്കുമെന്നാണ് UN പഠന റിപ്പോർട്ട് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കാണുന്ന, നമ്മൾക്ക് തന്നെ അനുഭവിക്കേണ്ടി വരുന്ന എത്രയോ വലിയൊരു പ്രശ്നത്തിന്റെ നടുക്കാണ് നമ്മൾ കഴിയുന്നത്. അവിടെ ആരോഗ്യപരമായിട്ടുള്ള സമ്പത്തും പണത്തിന്റെ സമ്പത്തും ഒരുപോലെ നൽകുന്ന മഹത്തരമായ ഒരു കമ്പനി നമ്മുടെ കയ്യിലുണ്ട് സുഹൃത്തുക്കളെ. നിങ്ങൾ ഒരു കാപ്പി കൊടുത്തുകൊണ്ട്, ഒരു ചായ കൊടുത്തുകൊണ്ട്, ഒരു പേസ്റ്റ് കൊടുത്തുകൊണ്ട്, ഒരു സോപ്പ് കൊടുത്തുകൊണ്ട് പതുക്കെ പതുക്കെ നിങ്ങളൊരു കസ്റ്റമർ നെറ്റ്വർക്ക് ഈ മഹത്തരമായ പ്രോഡക്റ്റിന്റെ ഉണ്ടാക്കിയെടുത്താൽ ചിലപ്പോൾ നാളത്തെ കാലഘട്ടം കൊറോണയാകാം, മറ്റുള്ള സാമ്പത്തിക പ്രതിസന്ധിയാകാം. അടുത്ത ജനറേഷൻ മക്കള്, അവർ 2 മക്കൾ നമുക്കുണ്ടെങ്കിൽ ആ മക്കൾ നാളെ അവരുദ്ദേശിച്ച വരുമാനം അവരുടെ തൊഴിലൂടെ കിട്ടാതെ വരുമ്പോൾ, അവരുടെ ജീവിതം സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുമ്പോൾ, നമുക്കൊരു 5 ലക്ഷം രൂപ ഇൻകത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ മോനെ 2.5 ലക്ഷം നിനക്കും, 2.5 ലക്ഷം നിനക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മള് വളരെ കഷ്ടപ്പെട്ട് ഉറുമ്പ് ഭക്ഷണം ശേഖരിക്കുന്നത് പോലെ ഉണ്ടാക്കിയ ഒരു നെറ്റ്വർക്ക് കഷ്ടപ്പെട്ട്, ഇപ്പൊ രാജീവ് സാർ പറഞ്ഞ 5 മിനിറ്റ് പ്രക്രിയ പോലെ ചാടി എഴുന്നേറ്റ് പലതും ത്യജിച്ചുകൊണ്ടുണ്ടാക്കിയ ഒരു നെറ്റ്വർക്ക്, ഒരു ശൃംഖല, അതിലൂടെ കിട്ടിയ ലക്ഷങ്ങൾ നാളെ നമ്മളുടെ മക്കൾക്ക്, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വീതിച്ചു കൊടുത്തുകൊണ്ട് ഈ വരുന്ന വലിയ പ്രതിസന്ധിയിൽ നമുക്ക് നമ്മുടെ കുടുംബത്തെയും അതേപോലെ നമ്മൾ സ്നേഹിക്കുന്ന സമൂഹത്തെയും പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയ സുവർണ അവസരമാണ് DXN കരിയർ. അതിൽ IOCക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഇന്നത്തെ ഈ മീറ്റിംഗ് സശ്രദ്ധം കേൾക്കുകയും പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്ത എല്ലാവർക്കും DXN കേരളയുടെ പേരിൽ, കോർ ഡയമണ്ട്സിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. ജയ് DXN.